ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളത്തിലെ ഇസ്ലാമിക പഠനം, ഇസ്ലാമിക ചരിത്ര പഠനം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മലബാറുമായി കേന്ദ്രീകരിച്ചിട്ടാണുള്ളത്. നമ്മുടെ സംഘടനാ നേതാക്കളെല്ലാം മലബാറിൽ നിന്നാണ്. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാം സെൻറ്റർ മലബാറാണ്. നമ്മളുടെ വൈജ്ഞാനിക കേന്ദ്രങ്ങളും മലബാർ തന്നെയാണ്. അങ്ങനെ ഒരു തെക്കൻ കേരളം അല്ലെങ്കിൽ ഒരു മധ്യ കേരളം എന്ന് പറയുന്ന ഒരു സാന്നിധ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന, ഭൗതികമായി ഇല്ലാതാക്കുന്ന തരത്തിൽ ഇസ്ലാം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്നത് മുതൽ നമുക്കത് കാണാൻ കഴിയും. ഒരുപക്ഷെ ഈ ഒരു സവിശേഷ സാഹചര്യത്തിലായിരിക്കും തെക്കൻ കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആവിർഭാവവും അതിൻ്റെ ബാക്കി അതിനോടനുബന്ധിച്ച മറ്റുള്ള ചലനങ്ങളും നമ്മൾ സംസാരിക്കുന്നത്. തെക്കൻ കേരളം എന്ന് പറയുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ആ ജില്ലകളിൽ ഉൾപ്പെടുത്തുന്നത് പലതും ഈ തെക്കൻ കേരളത്തിൽ തന്നെയാണോ എന്നൊരു സംശയം കൂടെ അവിടെ ഉണ്ട്. കാരണം നമ്മൾ ഹൈറേഞ്ച് ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട, എറണാകുളത്തിൻ്റെയും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെയും ചില ഭാഗങ്ങളെല്ലാം കിഴക്കൻ ഭാഗങ്ങളാണ്, അത് തെക്കൻ ഭാഗങ്ങളല്ല. എന്നാലും നമ്മളുടെ ഒരു പഠന ഭാഗമായി വടക്കൻ മലബാറിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഭാഗത്തേക്ക് ഇസ്ലാം വന്നതുകൊണ്ട് അത് തെക്കിൻ്റെ ഭാഗമായി എണ്ണി പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെയൊക്കെ ഇസ്ലാം വരുന്നതിന് തെക്ക് എന്നത് ജിയോഗ്രഫിക്കലി നല്ല പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ആ ഒരു ജിയോഗ്രഫിക്കലായ ഒരു സവിശേഷത നമ്മൾ മനസ്സിലാക്കണം. ജിയോഗ്രഫിയും ഡെമോഗ്രഫിയും ദക്ഷിണ കേരള ഇസ്ലാമിൻ്റെ വരവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇങ്ങനെ വളരെ ഇഴുകി ജീവിച്ചിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ, അതായത് കേരളത്തിലെ ഇസ്ലാമിൻ്റെ വരവ് അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഇസ്ലാമിൻ്റെ വരവിനെ കുറിച്ചും സംസാരിക്കുമ്പോഴും ആദ്യമായും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് ഖിസ്സത്ത് ചക്രവർത്തി ഫർമാദ് എന്ന് പറയുന്നൊരു രചനയാണ്. ഖിസ്സത്ത് ചക്രവർത്തി ഫർമാദ്, ചേരമാൻ പെരുമാളിൻ്റെ ചരിത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ ഡോക്യുമെൻ്റ് അറിയപ്പെടുന്നത്. ലോകത്ത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തെ അല്ലെങ്കിൽ കേരളീയ മുസ്ലിങ്ങളുടെ വരവിനെയും പോക്കിനെയും അവരുടെ വ്യാപാരത്തിൻ്റെ ചരിത്രത്തെയും മാരിടൈം ഹിസ്റ്ററിയുടെ ചരിത്രത്തിൻ്റെയും ഇമിഗ്രേഷൻ്റെ ചരിത്രത്തിൻ്റെയും എല്ലാത്തിനും അടിസ്ഥാനം ഈ പറയുന്ന ഖിസ്സത്ത് ചക്രവർത്തി ഫർമാദ് എന്ന് പറയപ്പെടുന്ന ആരെഴുതിയെന്നറിയാത്ത തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണെന്നുള്ളതെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റഡികളിലെയും ആദ്യത്തെ റെഫറൻസ് ഈ കിതാബാണ്. നമ്മൾ കേരളത്തിൻ്റെ പൊതുവായ ഇസ്ലാമിക ചരിത്രത്തിൽ തൊഹ്ഫത്തുൽ മുജാഹിദീനൊക്കെ ചേർത്തുകൊണ്ടാണ് ആദ്യം പരാമർശിക്കുന്നതിൽ പോലും തൊഹ്ഫ പോലും പരാമർശിക്കുന്നത് ഈ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്രത്തോളം നമ്മുടെ തെക്കൻ കേരള ഇസ്ലാം അല്ലെങ്കിൽ കേരളത്തിലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഈ ഡോക്യുമെൻറ്റ് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഡോക്യുമെൻറ്റിൽ ആദ്യമായി ഒരു 10 പള്ളികളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, പൊതുവേ കേരളത്തിലെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് പോലെ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ആൾ തന്നെയാണോ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ തന്നെയാണോ അദ്ദേഹം യാത്ര ചെയ്തത്, അല്ലയോ എന്നൊക്കെയുള്ള വേറെ ചർച്ചകളുണ്ട്. അല്ല എന്നും മറ്റൊരാളാണെന്നുമൊക്കെയുള്ള വിവിധ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒട്ടുമിക്ക മുസ്ലിം പണ്ഡിതന്മാരും അല്ല, ഇദ്ദേഹം തന്നെയാണ് പോയതെന്നും അദ്ദേഹം പിൽക്കാലത്ത് താജുദ്ദീൻ എന്നുള്ള പേര് സ്വീകരിച്ചെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അവിടെ മറ്റൊരു വിഷയം വരുന്നു. കാരണം അന്ന് അറേബ്യൻ രീതികളിൽ താജുദ്ദീൻ, സൈഫുദ്ദീൻ ആ മോഡലിൽ പേരുകൾ ഉണ്ടായിരുന്നില്ല. അത് പിന്നീടാണ് രൂപപ്പെട്ടത്. അതുകൊണ്ട് ഇദ്ദേഹം ഈ ചേരമാൻ പെരുമാൾ അല്ല എന്നൊക്കെ തരത്തിലുള്ള വായനകൾ അതുമായി ബന്ധപ്പെട്ട് വേറെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും കേരള മുസ്ലിം ചരിത്രത്തിലെ പി സയ്യിദ് മുഹമ്മദ് സാഹിബും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒട്ടുമിക്ക രചനകളിലും പിന്നീട് ഈ ഖിസ്സത്ത് ചക്രവർത്തി ഫർമാദിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയും ഇത് പ്രവാചകന്റെ കാലത്ത് തന്നെ യാത്രയായ ഒരു ഹിന്ദു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഹിന്ദു സ്പൈസ് ട്രേഡറുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ കഥകളൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം തന്നെയാണെന്നും ഇത് ചേരമാൻ പെരുമാൾ തന്നെയാണെന്നും അദ്ദേഹം അവിടെ പോവുകയും മാലിക് ദിനാറുമായി കൂട്ടത്തിലുള്ള ഒരു സംഘത്തിൻ്റെ ഒരു ബന്ധവും പിന്നീട് തിരിച്ച് വരുന്ന വഴിയിൽ ഈ ഫർമാദ്, അതായത് പെരുമാളിൻ്റെ ഈ ഒരു ഉത്തരവ് തിരിച്ചു കൊടുത്തു വിടുകയും ആ ടീം
അതായത് മാലിക് ബിൻ ദിനാറിൻ്റെയും ഹബീബിൻ മാലിക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ വലിയ ഒരു കുടുംബം, ഒരു കബീല പോലെ ഒന്നിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. അവരുടെ കയ്യിൽ കൊടുത്തു വിടുകയും അവർ തിരിച്ച് കൊടുങ്ങല്ലൂർ എത്തുകയും പെരുമാൾ ഡൈനാസ്റ്റിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതോടുകൂടി അതിൻ്റെ ഇടയിൽ അദ്ദേഹം മരണപ്പെടുന്നു. സൊലാലയിലാണ് നമ്മുടെ ചേരമാൻ പെരുമാളിൻ്റെ ഖബർ ഇപ്പോൾ ഉള്ളത്, സൊലാലയിലാണ്. ആ വഴിയിൽ അദ്ദേഹം മരണപ്പെടുന്നു, അദ്ദേഹം അവിടെ അടക്കപ്പെടുന്നു. ബാക്കി അവരിവിടെ വരുന്നു. ഈ കത്ത് ഈ കൊടുങ്ങല്ലൂരിലെ രാജകുടുംബത്തിന് ഏൽപ്പിക്കുന്നു, അവർ ഹാർദവമായി സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. അപ്പോൾ ആ വരവാണ് പിന്നീട് കേരളത്തിലെ 10 പള്ളികളുടെ രൂപീകരണത്തിന് കാരണമാവുന്നത്. അതിൽ രണ്ടാമത്തെ പള്ളി ഉണ്ടാവുന്നത് കൊല്ലത്താണ്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ പള്ളി എന്ന് പറയുന്ന ആ പള്ളി രൂപപ്പെടുന്നു. രണ്ടാമത്തെ പള്ളി ഉണ്ടാവുന്നത് കൊല്ലത്തെ ജോനകപ്പുറം എന്ന് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന പള്ളിയിലാണ്. ആദ്യം അത് കടൽ തീരത്താണ് പണിഞ്ഞത്. പിന്നീട് അത് തകർന്നപ്പോൾ പിന്നീട് ഉള്ളിലേക്ക് മാറ്റി പണിയുകയും അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അവരിപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട്, അവർ ഫ്രെയിം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, പള്ളികളുടെ രൂപീകരണം അതെങ്ങനെയാണ് അവർ നടത്തിയത്? കാരണം ഇവരാരും ഈ ആശാരി മേശാരികളൊന്നും കൂടെ കൊണ്ടുവന്നിട്ടില്ല. ഇവർ വന്നത് കച്ചവടവും കൂടെ ദാവത്തുമായിട്ടാണ്. പള്ളികളുടെ നിർമ്മാണം, ഈ 10ഓളം പള്ളികൾ രൂപീകരിക്കുന്നത് 10 ഭാഗങ്ങളിലാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളിലാണ്. വളരെ സ്ട്രാറ്റജിക്കായ പൊസിഷനിലാണ് ഇവർ പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾ ബാക്കി പള്ളികളുടെ ചരിത്രം നിങ്ങൾ നോക്കുക, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഓരോ ഭാഗങ്ങളെയും കേരളത്തിൻ്റെ അന്നത്തെ വ്യാപാര ഭാഗങ്ങളിൽ പ്രധാനമായും തോന്നിയ സ്ഥലത്താണ് അവർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അത് അധികവും കടൽ തീരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഇവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ കോസ്റ്റൽ റീജിയനിൽ തന്നെ പള്ളികൾ വേണം. അതിനുശേഷം അതുകൊണ്ടാണല്ലോ നേരെ ഇവർ പള്ളി പണിഞ്ഞിട്ട് തിരിച്ചു വരികയും വീണ്ടും പോകുന്നതിന് മുമ്പ്, അതായത് ഇവരുടെ മാലിക് ബിൻ ദിനാറിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ എല്ലാ പള്ളികളിലും പോവുകയും അദ്ദേഹം അവിടെ നമസ്കരിക്കുകയും പ്രത്യേക പ്രാർത്ഥനാ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ആ പോകുന്ന തരത്തിലുള്ളൊരു യാത്രാ സൗകര്യം അവർക്ക് വേണം. ആ സൗകര്യം ഉണ്ടാവണമെങ്കിൽ പ്രത്യേകിച്ച് അന്നത്തെ രീതി അനുസരിച്ചിട്ടുണ്ട് ഒരു കടൽ തീരത്താവണം. അങ്ങനൊരു സംവിധാനമാണ് അവർ പള്ളി രൂപീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. രണ്ടാമത് ആലോചിച്ച് നോക്കുക, പള്ളിക്ക് അതിൻ്റെ എഞ്ചിനീയറിനെ വേണം, അവർ കൊണ്ടുവന്നതല്ല, കേരളത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്. പള്ളിക്ക് തടി വേണം, ഒട്ടുമിക്ക പള്ളികളും തടി കൊണ്ട് പണിഞ്ഞുണ്ടാക്കിയതാണ്. നമുക്കറിയാം ചേരമാൻ പെരുമാൾ പള്ളിയുടെയും ബാക്കിയുള്ളതിൻ്റെയും അവസ്ഥ അറിയാം. അതിന് ആൾക്കാരെ വേണം. അതിന് മലയാളികൾ തന്നെയാണ്, കേരളക്കാരെ തന്നെയാണ് എടുത്തത്. പള്ളിക്ക് അത് പണിയുന്ന ആശാരികളെയും മേശാരികളെയും വേണം. അത് കൊണ്ടു പടക്കാൻ പറ്റുന്ന തൊഴിലാളികളെ വേണം. അതിനാവശ്യമായ വാഹനം വേണം. അതിന് സൗകര്യമുള്ള കെട്ടിപ്പടുക്കാനുള്ള ഭൂമി വേണം. ഇതെല്ലാം എങ്ങനെയാണ് അവർ തരപ്പെടുത്തിയത്? ഈ ഒരു ടീമിൻ്റെ ഒരു പ്രബോധനത്തിൻ്റെ അവരുടെ ഔറ നിങ്ങൾ ഈ വിഷയത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ നീണ്ട യാത്രയിൽ അവർ ആ ഭാഗത്തെ ജനങ്ങളുമായി ബന്ധപ്പെടുന്നു. അതായത് ഒരേ സമയം തൊഴിലാളിയോടും അതേസമയം ഭരണകർത്താക്കളോടും അവർ ബന്ധപ്പെടുന്നു. കൊടുങ്ങല്ലൂരിലെ പള്ളി അവിടുത്തെ രാജാവ് നൽകുന്നതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ അവിടുന്ന് ഭൂമി വാങ്ങലാണ്. വാങ്ങണമെങ്കിൽ അതിനുള്ള ഇടപാട് വേണം. ഇടപാട് വേണമെങ്കിൽ മധ്യവർത്തികൾ വേണം. മധ്യവർത്തികൾ വേണമെങ്കിൽ അവരുമായി നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ടല്ല അറബികൾ കേരളത്തിലെത്തുന്നത്. ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഇസ്ലാം കേരളത്തിൽ എന്നുള്ള ചർച്ചയിലാണല്ലോ. പക്ഷെ അതിന് മുമ്പ് ഒരു ഇസ്ലാമിൻ്റെ ചർച്ചയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള ഒരു ഇസ്ലാമിൻ്റെ ചർച്ച, അത് സെൻറ്റ് തോമസിൻ്റെ കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹവാരിയങ്ങളിൽപ്പെട്ട ഒരാളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ കേരളത്തിൽ കൊടുങ്ങല്ലൂർ കോട്ടയത്ത് ഭാഗത്ത് വന്നതെന്നാണ് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു ചരിത്ര നിരീക്ഷണം പോലും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് സഹാബിയാവണം. ആ AD 52 മുസ്രിസ് എന്നറിയപ്പെട്ട ലോകത്തെ ബി സി കാലഘട്ടത്തിലും AD കാലഘട്ടത്തിലും ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സിവിലൈസേഷണൽ സെൻറ്റർ ആയിരുന്നു മുസ്രിസ്. അതായത് കൊടുങ്ങല്ലൂരും അതിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന ആ കോസ്റ്റൽ റീജിയൻ. ആ ഭാഗത്തേക്കാണ് ആദ്യമായി യഹൂദരുടെ വലിയ വരവ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത് കാണാം. ആ യഹൂദരെ നോട്ടിഫൈ ചെയ്യാനും വേണ്ടിയും അതിലൂടെ ദഅവത്ത് നടത്തുവാനും വേണ്ടിയിട്ടാണ് ഹവാരിയങ്ങളിൽ ഒരാളായ സെൻറ്റ് തോമസ് വന്നതെന്നാണ് ഒരു ചരിത്ര നിരീക്ഷണം. അതാണെങ്കിൽ അദ്ദേഹം ഈസാ നബിയുടെ സഹാബിയാണ്, നമുക്കും സഹാബിയാണ്. AD 52 അദ്ദേഹം ഇവിടെ എത്തുകയും ഏകദേശം 20 വർഷക്കാലം അദ്ദേഹം ഇവിടെ പ്രബോധന പ്രവർത്തനം നടത്തുകയും അങ്ങനെ
പിന്നീട് ഇതിന് ശേഷം മറ്റൊരു ചരിത്ര വായന പറയാം. ക്രിസ്തീയ ചരിത്ര വായന പ്രകാരം നമ്പൂതിരി സവർണ ഫാമിലികളിൽ ദഅവത്ത് നടത്തുകയും പ്രബോധനം നടത്തുകയും അവരെ മതത്തിലേക്ക് ചേർക്കുകയും മാർഗം ചേർക്കുകയും ചെയ്തു എന്നാണ് രണ്ടാമത്തെ വായന. അതായത് ഇസ്ലാമികവും ക്രിസ്തീയ വായനകളുടെ വ്യതിരിക്തതകളാണ് ഞാൻ പറയുന്നത്. പിന്നീട് അദ്ദേഹം 20 വർഷത്തിന് ശേഷം ചെന്നൈയിലെ ഇന്നത്തെ മദ്രാസിലെ മൈലാപ്പൂരിലേക്ക് യാത്രയാകുന്നു. ഏകദേശം AD 70-72 കാലങ്ങളിലാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അവിടെ വെച്ച് ഇതേ പ്രബോധനം നടത്തുന്ന പശ്ചാത്തലത്തിൽ ഒരാൾ കുന്തമെറിഞ്ഞ് വധിക്കുകയാണ് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ മക്ബറ, അതായത് അദ്ദേഹത്തിൻ്റെ ഖബർ ഇന്നുള്ളത് സെൻറ് തോം ചർച്ച് എന്നറിയപ്പെടുന്ന സാന്തോം ചർച്ച് എന്നാണ് തമിഴ് ഭാഷ അറിയാം. സാന്തോം ഒരു തമിഴൻ ചൊവ്വ അതിൻ്റെ അകത്തുണ്ട്. സെൻറ്റ് തോമസ് ചർച്ച് അത് അവിടെയാണുള്ളത്. ലോകത്തെ 3 പ്രധാന ബസലിക്കകളിൽ ഒന്ന് അത് ചെന്നൈയിലാണ്. ഇത് ഞാനിവിടെ പരാമർശിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് AD 52-70 കഥ. അഥവാ അദ്ദേഹം യഥാർത്ഥ ഒരു യേശുവിൻ്റെ ഈസാ നബിയുടെ അനുയായിയാണെങ്കിൽ നമുക്കതിനു മുമ്പും ഇസ്ലാമിൻ്റെ ചരിത്രം കേരളത്തിൽ തന്നെ വെക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞൊരു ചുരുക്കം. ഇത് പറയാൻ കാരണം ഈ തെക്കൻ കേരളത്തിൽ രൂപപ്പെട്ട പദപ്രയോഗമാണ് മാപ്പിള എന്നത്. ജൂത മാപ്പിളയും ഉണ്ട്, നസ്രാണി മാപ്പിളയും ഉണ്ട്, മുസ്ലിം മാപ്പിളയും ഉണ്ട്. വടക്കൻ കേരളത്തിൽ മലബാറിൽ മാപ്പിള എന്ന് പറയുന്നത് അത് പ്രധാനമായും മുസ്ലിമിനോട് ചേർത്തിട്ടാണ്. നമ്മുടെ ഭാഗങ്ങളിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ മുസ്ലിം മാപ്പിള എന്നാണ് എഴുതുക. കാരണം ഈ ഭാഗങ്ങളിൽ മാപ്പിള എന്നുള്ള നമുക്കറിയാം, മനോരമയുടെ ഫൗണ്ടറിനെ മാപ്പിള എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. കാരണം മാപ്പിള എന്നത് ഇവിടെ ജൂത, ക്രിസ്തീയ, മുസ്ലിം കുടുംബങ്ങളെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു പേരും കൂടെ രൂപപ്പെട്ടു, ജോനക മാപ്പിള. അതാണ് ജോനകപ്പുറം പള്ളിയുമായി ബന്ധിച്ചുകൊണ്ട് ആ പേര് രൂപപ്പെടുന്നത്. കാരണം ജോനക എന്ന് സാധാരണ പറയുന്നത് കോസ്റ്റൽ റീജിയനിലുള്ള മുസ്ലിങ്ങളെ ചേർത്തുകൊണ്ടാണ് ജോനക എന്ന് പദം വരുത്തിയെന്ന് മറ്റൊരു വായനയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ജോനക മാപ്പിള എന്ന് പറയുന്ന പേരും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ഈ ജൂത നസ്രാനി മാപ്പിളകൾ ഇവിടെ ഉണ്ടായത്. അപ്പോൾ അത് ഞാൻ പറയണത് എങ്ങനെയാണ് ഈ പേരുകളിൽ പോലും മലബാർ സദേൺ മുസ്ലിങ്ങളുടെ വ്യതിരിക്തത രൂപപ്പെടുന്നതെന്ന് സൂചിപ്പിക്കാനാണ് അത് പറഞ്ഞത്. അതിനു മുമ്പ് ഇസ്ലാമിന് മുമ്പ് ഒരു ഇസ്ലാമിൻ്റെ ചരിത്രം പറയണം, അത് അനിവാര്യമായി വരുന്നു. കാരണം യഹൂദന്മാരുടെ സാന്നിധ്യവും പിന്നീട് അതിലൂടെ ക്രിസ്ത്യൻ വളർച്ചയും പിന്നീട് അതിലൂടെ ഏകദേശം 8, 9, 10 നൂറ്റാണ്ടുകളിൽ മുസ്ലിം യഹൂദ സംഘർഷങ്ങളും നമുക്ക് സൗത്ത് കേരളയിൽ കാണാം. അത് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഘർഷത്തിൻ്റെ ചരിത്രം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. അത് ഈ CI അച്യുത മേനോൻ അദ്ദേഹത്തിൻ്റെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ അദ്ദേഹത്തിലൊരു 9-ാം നൂറ്റാണ്ടിലെ മുസ്ലിം യഹൂദ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കൊടുങ്ങല്ലൂരിൽ യഹൂദർ ഉണ്ടാക്കിയ പ്രശ്നം പോലെ തന്നെ കൊല്ലത്തും അവർ മുസ്ലിം വ്യാപാര കേന്ദ്രങ്ങൾ കത്തി നശിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെതിരെ അറബികളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ അതിനെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നൊരു പരാമർശമാണ് എന്താണ് സെന്റ് തോമന് മുമ്പ് ജൂതന്മാരുടെ കടന്നുവരവ് ഈ മുസ്ലിസ് ഒരു വലിയ സ്ഥാനമാണ്, കച്ചവടമാണ്. കാരണം കേരളം നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറബികൾ, സിറിയൻ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ യഹൂദന്മാർ വല്ലാണ്ട് പെർസിക്യൂട്ട് ചെയ്യപ്പെട്ടു ചരിത്രത്തിൽ. യഹൂദന്മാരുടെ പെർസിക്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂറത്തുൽ ഇസ്രായിൽ പറയുന്ന ലതുഫ്സിദുന്ന മർറത്തൈൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, 2 വട്ടം നിങ്ങൾ ഫസാദിൽ ഏർപ്പെടും അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്ന ഭാഗം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർ രക്ഷപ്പെട്ടു. ഇവർ യഹൂദന്മാർ സ്വാഭാവികമായും അന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ആവാം. ഇവരുടെ ഒരു പൊതുവേ ഐഡിയോളജിക്കൽ ബന്ധം നമുക്ക് ഇവരുമായിട്ടുണ്ട്, കച്ചവട ബന്ധങ്ങളാണ്. അപ്പോൾ പരമാവധി കച്ചവടം എവിടെയുണ്ടോ, ബിസിനസ് എവിടെ സംരക്ഷിക്കാൻ പറ്റുമോ, സമ്പത്ത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയും യഹൂദന്മാർ പണ്ടേ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർ പോയ ഭാഗങ്ങളിലേക്കൊക്കെയും അവർ അവിടെ കച്ചവടങ്ങൾ രൂപീകരിക്കുന്നത് കാണാം. അങ്ങനെയാണ് നമ്മുടെ ഈ മുസ്ലിസ് ബന്ധമാക്കി ഇന്ത്യൻ സബ് കോണ്ടിനേറ്റിലേക്കുള്ള അവരെ വരവ്. ജിയോഗ്രഫി തന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് അവരെ തടയുന്നുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിൽ അവർക്ക് ഹിമാലയൻ ഹിന്ദുക്കുഷ് മലയിടങ്ങൾ കയറി ഇറങ്ങേണ്ടതുണ്ട്.
നമ്മൾ അറബ് നാടുകളുമായി കേരളവുമായിട്ടുള്ള ബന്ധം ഈ മാരിടൈം ബന്ധമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നു വരാം. കാരണം ഫലസ്തീനിൻ്റെ ചുറ്റുപാടുമുള്ള യഹൂദന്മാർക്ക് അല്ലെങ്കിൽ പിന്നീടുള്ള ക്രിസ്ത്യാനികളും പീഡനം ഏൽപ്പിക്കുന്നത് കാണാം. അതാണ് നമുക്ക് സൂറ കഹ്ഫിലും അല്ലെങ്കിൽ സൂറത്തുൽ ബുറൂജിലും അസ്ഹാബുൽ ഉഖ്ദൂദിനെ കുറിച്ചും സൂറ കഹ്ഫിലെ കഹ്ഫ് വാസികളെ ഗുഹാവാസികളെ കുറിച്ചുമുള്ള പരാമർശങ്ങൾ കാണാം. ഈസാ നബിക്ക് ശേഷമുള്ള സത്യവിശ്വാസികളായ ആൾക്കാരെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞ പഠനങ്ങളുണ്ട്. അപ്പോൾ അതായത് ഈ പീഡന പർവം തുടങ്ങുന്ന രണ്ട് കമ്മ്യൂണിറ്റിയുടെ ചരിത്രത്തിലും ഇവർ രക്ഷപ്പെട്ടത് പലതും ഏഷ്യൻ ഭാഗങ്ങളിലേക്കാണ്, പിന്നെ ചിലത് വെസ്റ്റേൺ ഭാഗങ്ങളിലേക്ക്. അതുകൊണ്ടാണ് യൂറോപ്പിലേക്കുള്ള ഇവരുടെ ഈ കുടിയേറ്റം പോലും ഈ പീഡന പർവങ്ങളുടെ കാലത്ത് തന്നെയാണ്. കാരണം നമുക്കറിയാം, യഹൂദം തുടങ്ങുന്നത് ഫലസ്തീനിലാണ്, ക്രിസ്ത്യാനിറ്റിയുടെ രൂപം ഫലസ്തീനിലാണ്. പക്ഷേ ഇന്നൊന്നും ക്രിസ്ത്യാനിറ്റി യൂറോപ്യൻ മതമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ചരിത്രം പോലും ഈ പ്രോസിക്യൂഷൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയിട്ടാണ്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, ഇവരുടെ സാന്നിധ്യം പിന്നീട് 9-ാം നൂറ്റാണ്ടുകളിൽ മുസ്ലിങ്ങളും ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ സംഘമായി മാറി എന്നതുപോലും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് സയ്യിദ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ രചനയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ, കായംകുളം, തിരുവനന്തപുരത്തിൻ്റെ സെൻറ്റർ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലെല്ലാം നല്ല സാന്നിധ്യം ഉണ്ടാവുകയും ഏകദേശം 9 മുതൽ ഏകദേശം 15 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാണിജ്യ ബന്ധങ്ങൾ ശക്തമാക്കി. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ പള്ളികളുടെ രൂപീകരണത്തിൽ ഭരണകർത്താക്കൾ സഹായിച്ചിരുന്നുവെന്നും. അതിന് മെയിൻ കാരണമെന്ന് പറയുന്നത്, പള്ളികൾ രൂപീകരിക്കാൻ സഹായിക്കാൻ പ്രധാനപ്പെട്ട കാരണം മുസ്ലിങ്ങൾ കച്ചവടക്കാർ ആണ് എന്നതുകൊണ്ടാണ്. ഈ അവിടുത്തെ സാമൂതിരി പോലും ചരിത്രത്തിൽ അറിയപ്പെടാനും പോലും കാരണം സയ്യിദ് മുഹമ്മദ് പറയുന്നത് മുസ്ലിങ്ങളുടെ കച്ചവട ബന്ധം കൊണ്ട് തന്നെയാണ്. കാരണം ഹിന്ദു സമൂഹത്തിനിടയിലുള്ള വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥ മറ്റൊരു വിഭാഗവുമായി ഒരു എക്സസിബിലിറ്റിയെ ഇല്ലാതാക്കുന്നു, റദ്ദ് ചെയ്യുന്നു. മുസ്ലിങ്ങൾക്ക് ആ ഒരു എക്സസിബിലിറ്റി ഇല്ല. ഇതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യകാല ഈ കൊട്ടാര ഉത്തരവുകൾ കാണാം. ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കണമെന്ന് പോലും ചില ഉത്തരവ് നമുക്ക് തുഹഫയിൽ പരാമർശിക്കുന്നുണ്ട്. ഭരണകൂടം തന്നെ നാട്ടുകാരോട് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകളുണ്ട്. അത് തെക്കൻ കേരളത്തിലേക്ക് പടരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഈ കച്ചവട ബന്ധം കാരണം എല്ലാവരിലേക്കും എക്സസിബിലിറ്റി ഉള്ള മുസ്ലിങ്ങളുടെ ഈ ഐഡിയോളജി, ഒരു മതം, തിയോളജി ഇതൊന്നും പ്രശ്നമാക്കുന്നില്ല. അത് ലോക്കൽ ഭരണകർത്താവിനെയാണ് കൂടുതൽ സഹായിച്ചത്. അവരുടെ സാമ്പത്തിക വളർച്ച അതിലൂടെ വിവിധ ഭാഗങ്ങളിൽ, തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും മലബാറിലേക്ക് പടരുവാനുള്ള പ്രധാന ശക്തിയായി അവരെ സഹായിച്ചത് മുസ്ലിം കച്ചവടക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മരക്കാരുടെ സാന്നിധ്യം ഉണ്ടാവുന്നത്. 14 നൂറ്റാണ്ട് മുതൽ പിന്നീട് 17 നൂറ്റാണ്ട് വരെ ഇന്ത്യൻ നാവിക മേഖലയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മലബാർ, മധ്യ തിരുവിതാംകൂർ ഭാഗത്തെ നാവിക മേഖലയെ ഭരിച്ചത് മരക്കാർ ഫാമിലിയാണല്ലോ. അവരുടെ വരവ് പോലും എന്തുകൊണ്ടാണ്? കാരണം ഈ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കടൽ മറികടക്കാനുള്ള പ്രശ്നമുണ്ട്, മുസ്ലിങ്ങൾക്ക് അതില്ല. വ്യവസായങ്ങളും നാട്ടുകാരുമായിട്ടുള്ള ഇടപെടലിന് മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. ഇവർ കച്ചവടക്കാരാണ്. മരക്കാർമാർ ഒരേ സമയം സൈനിക മേധാവികളും കൂടായിരുന്നു. അതേസമയം തന്നെ ചരക്കുകൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്ന നാവിക നേതാക്കളും കൂടെ ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ 14 മുതൽ 17 വരെയൊക്കെ നൂറ്റാണ്ടുകളിൽ മുസ്ലിം ലേക്ക് എന്ന രീതിയിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ഭാഗങ്ങൾ അറിയപ്പെട്ടത്. ആ രീതിയിലാണ് യൂറോപ്യന്മാർ ഇതിനെ ചിത്രീകരിച്ചത്. മുസ്ലിം ലേക്ക്, മുസ്ലിം തടാകം, ഈ നദി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പോലും. കാരണം മരക്കാർമാരുടെയും അവരുടെ കൂടെയുള്ള ആൾക്കാരുടെയും ഒരു സജീവ സാന്നിധ്യമായിരുന്നു കാരണം. ഇത് നമുക്കറിയാം, ഇത് തെക്കൻ ഭാഗത്തേക്കും പടരുന്നതാണ്. ഇതൊക്കെയും കൊച്ചിയും പൊന്നാനിയും കേന്ദ്രീകരിച്ചാണെങ്കിൽ പോലും ഇവരുടെ ബന്ധം കോസ്റ്റലായതുകൊണ്ട് തെക്കൻ ഭാഗത്തേക്കും ഈ ബന്ധം വളരുന്നു. അത് പ്രധാനമായും സഹായിക്കുന്നത് ഈ സാമൂതിരി രാജവംശത്തിൻ്റെ അപ്രമാദത്തിന് തന്നെയായിരുന്നു. സാമ്പത്തികമായ വളർച്ച നമുക്കറിയാം, സാമ്പത്തികമായ വളർച്ച ആർക്കുണ്ടാവുന്നു, അതൊരു പൊളിറ്റിക്കൽ അതോറിറ്റിയായി അത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കറിയാം. അതിന് മുസ്ലിങ്ങളുടെ സാന്നിധ്യം വളരെ സജീവമായിരുന്നു എന്നറിയാം. പക്ഷേ ഈ ഒരു നാവിക മേഖലയിലുള്ള, കച്ചവട മേഖലയിലുള്ള മെയിൻ ശക്തി ഇല്ലാതാവുന്നത് വാസ്കോഡിഗാമയുടെയും ആ വരവിലോട് കൂടിയിട്ടുള്ള പാശ്ചാത്യ അധിനിവേശ സാന്നിധ്യത്തിലാണ്. അതോടുകൂടി ആദ്യമേ തന്നെ വാസ്കോഡിഗാമ ചെയ്യുന്നത് എന്താണ്? ഇവിടെയുള്ള കപ്പലുകളെ കത്തിച്ച് നശിപ്പിക്കലാണ്, കവർച്ച നടത്തലാണ്.
അതിൻ്റെ കൂടെ തന്നെ ലോക്കൽ ഭരണാധികാരികളെ നന്നായി കൈക്കൂലിയും സമ്പത്തും ഒരുപാട് ഓഫറും നൽകിക്കൊണ്ട് തങ്ങളുടെ വരുതിയിലാക്കലാണ്. മുസ്ലിങ്ങളുടെ പലതരത്തിലുള്ള ആധിപത്യം അങ്ങനെ ഇല്ലാതാവുന്ന ഒരു പശ്ചാത്തലവും വെസ്റ്റേൺ ആധിപത്യ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാം. മറ്റൊരു പോയിന്റ് കൂടെ നോക്കുക. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളി പോലും സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. ഒരു മുസ്ലിം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കേരള മുസ്ലിം പോരാട്ട ചരിത്രത്തിലെ അല്ലെങ്കിൽ കേരളീയ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിലെ ആദ്യത്തെ നിമിഷം പോലും സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തഹ്രീദിലൂടെയാണ് തുടങ്ങുന്നത്. ആ ബുക്കിൻ്റെ ടൈറ്റിലിൽ പോലും നോക്കുക, തഹ്രീദുൽ അഹ്ലുൽ ഈമാൻ അല ജിഹാദി അബ്ദത്ത് സുൽബാൻ. അതായത് കുരിശ് യുദ്ധക്കാർക്കെതിരെയുള്ള അബ്ദത്ത് സുൽബാൻ. ക്രുസേഡ് എന്നുള്ള പദം ഏകദേശം 10 നൂറ്റാണ്ട് മുതൽ 15 നൂറ്റാണ്ട് വരെ മെഡിറ്ററേനിയൻ ഭാഗത്തും കാസ്പിയൻ ഭാഗത്തും പോർച്ചുഗീസ് ഭാഗത്തും സജീവമായ, വെസ്റ്റ് ഏഷ്യൻ ഭാഗത്ത് സജീവമായ ആ പദപ്രയോഗം തന്നെയാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഇവിടെ കേരളത്തിലും ഉപയോഗിക്കുന്നത്. ആ പദത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെയുള്ള ജിഹാദിന് വിശ്വാസികൾക്കുള്ള പ്രേരണ എന്ന പേരിൽ അദ്ദേഹം കിതാബ് എഴുതുന്നത്. എത്രത്തോളം ഗ്ലോബലൈസ്ഡ് ആണ് മുസ്ലിം സമൂഹം അക്കാദമികമായി വൈജ്ഞാനികമായി എന്നും കൂടെ ആലോചിച്ച് നോക്കാം. അതിൻ്റെ എഫക്റ്റ് നമുക്കിവിടെ കാണാം. അതുകൊണ്ടാണ് മരക്കാന്മാരുടെ നേതൃത്വത്തിൽ ഈ പോരാട്ടത്തിൽ പോലും കാണാം. ഞാൻ പറയുന്നത് ഇതൊരുപാട് നീണ്ട ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതുപോലെ ഈ ഒരു 15 നൂറ്റാണ്ടോടുകൂടി മുസ്ലിങ്ങളുടെ വാണിജ്യ മേഖലകൾ ഏറെക്കുറെ ഇടിവ് പറ്റുന്നു. യൂറോപ്യൻ അധിനിവേശം ശക്തമാവുന്നു. പോർച്ചുഗീസുകാർ പോയി ഡച്ചുകാർ വരുന്നു. പിന്നീട് ചില ഭാഗങ്ങളിൽ ഫ്രഞ്ച്, ചില ഭാഗങ്ങളിൽ റഷ്യ, അവസാനം ബ്രിട്ടീഷ്. ഈ വിവിധ സാന്നിധ്യങ്ങളിലൊക്കെയും സംഭവിക്കുന്നതോടുകൂടി മുസ്ലിങ്ങൾ സാമ്പത്തികമായി തന്നെ അപ്രമാദിത്വം ഇല്ലാതാവുകയും, എന്നാൽ അതേ സമയം നിങ്ങൾ നോക്കുക, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഇന്നത്തെ സെൻട്രൽ ഭാഗങ്ങളിലെല്ലാം മുസ്ലിം കച്ചവടക്കാരാണുള്ളത്. നമ്മുടെ എറണാകുളം മുതൽ ഇങ്ങോട്ട് ഒരേ റൂട്ട്, നമ്മുടെ ആ വഴികൾ അന്വേഷിച്ച് നോക്കുക, നല്ലൊരു ശതമാനം. ആലപ്പുഴയുടെ റോഡിൻ്റെ സൈഡും നോക്കുക, കായംകുളം നോക്കുക, ഓച്ചിറ, കരുനാഗപ്പള്ളി, കൊല്ലം, അവിടുന്ന് പേട്ട, അതുപോലെ തന്നെ ഭീമാപ്പള്ളി ഭാഗങ്ങളൊക്കെയും മുസ്ലിം ലൊക്കാലിറ്റി തന്നെയാണുള്ളത്. കാരണം മുസ്ലിങ്ങൾ പണ്ട് പോലെ ഒരു മെർച്ചൻ്റ് കമ്മ്യൂണിറ്റിയാണ്. അവിടെയാണ് നമുക്ക് ലബ്ബമാരുടെ ചരിത്രം സംസാരിക്കേണ്ടി വരുന്നത്. ലബ്ബമാർ, നേരത്തെ പറഞ്ഞ മരക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ലബ്ബമാർ എങ്ങനെയാണ് ഈ ഭാഗത്ത് മെർച്ചൻ്റ് കമ്മ്യൂണിറ്റികൾ എന്നത് പവർഫുള്ളായി രൂപപ്പെടുന്നത്? അതിന് നമ്മളെ സഹായിക്കുന്ന 2 ചരിത്രം. ഒന്ന് ലബ്ബമാരുടെ ചരിത്രം, പിന്നീട് നേരത്തെ പറഞ്ഞ മരക്കാർമാരുടെ ചരിത്രം. മരക്കാർമാർ അധികം കോസ്റ്റൽ റീജിയനിലായിരുന്നു അവരുടെ ഫോക്കസ് എങ്കിൽ ലബ്ബമാർ കോസ്റ്റലിലും അതുപോലെ തന്നെ ഉൾഭാഗങ്ങളിലേക്കും അവർ യാത്ര ചെയ്യുന്നത് കാണാം. അത് പ്രധാനമായും ലബ്ബമാർ കൂടുതൽ കാണപ്പെടുന്നത് തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിലാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലും ചില അവരുടെ ഇൻട്രാ മൈഗ്രേഷൻ്റെ ഭാഗമായി ഉൾഭാഗത്തുള്ള പലായനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം ഭാഗങ്ങളിലാണ് ലബ്ബമാരുള്ളത്. അവർ അധികം വരുന്നത് മധുരൈ, തിരുനെൽവേലി, തഞ്ചാവൂർ, കായൽപട്ടണം, അതായത് ഇന്നത്തെ തമിഴ്നാടിൻ്റെ തിരുവനന്തപുരം ചുറ്റുപാടുള്ള ഭാഗത്തു നിന്നിട്ടുള്ള ഒരു മൈഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. അവർ കൊണ്ടുവരുന്നത് ഷാഫി മദ്ഹബും കൂടെ ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലബ്ബമാരിൽ അധികവും ഷാഫി മദ്ഹബാണ്. റാവുത്തർമാർ അതുപോലെ തന്നെ മരക്കാർമാർ, പ്രത്യേകിച്ച് റാവുത്തർമാർ അധികം ഹനഫി മദ്ഹബുകളാണ്. റാവുത്തർമാർ വരുന്നതും ഇതേപോലെ തന്നെ തമിഴ്നാട്ട്, മൈസൂർ ഭാഗങ്ങളിൽ നിന്നാണ്. അത് അവർ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ കിഴക്കൻ ഭാഗമായ ഹൈറേഞ്ച് ഏരിയയിലേക്കാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ പന്തളത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം പന്തളത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ തന്നെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അവരുടെ മഹല്ല് ലിസ്റ്റിൽ തന്നെ 75ഓളം പേരെ ഞാൻ എണ്ണി. 75 റാവുത്തർമാർ. അതിൽ പിന്നീട് ഈ റാവുത്തർമാരിൽപ്പെട്ട പലരും വിവിധ സംഘടനകളിലേക്ക് ചേക്കേറിയതോടുകൂടി ഐഡിയോളജിക്കലി എനിക്ക് അങ്ങനെ ഒരു സർനെയിമിൻ്റെ ആവശ്യമില്ല എന്ന് കരുതി പേരൊഴിവാക്കിയ റാവുത്തർമാരും വേറെയുണ്ട്. അവരുടെ ലിസ്റ്റും അതിൻ്റെ ഉള്ളിലുണ്ട്. അവർ പേര് റാവുത്തർ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ അവർ റാവുത്തറും കൂടെയാണ്. കാരണം ഐഡിയോളജിക്കലി എനിക്ക് വേണ്ട, പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചേർന്ന പലരും റാവുത്തർ എന്നുള്ള പദവി ഒഴിവാക്കിയതായും നേരിട്ട് അനുഭവമുണ്ട്. അത് അവരധികവും ഹനഫി മദ്ഹബിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹനഫി മദ്ഹബ് വരുന്നത് പ്രധാനമായും തമിഴ്, മൈസൂർ, ഹൈദരാബാദ് ആ കണക്ഷനിലൂടെയാണ്. അതേസമയം തന്നെ മറ്റൊരു മൈഗ്രേഷനാണ് നമ്മുടെ ആലപ്പുഴ, കൊച്ചി ഭാഗങ്ങളിലേക്കുള്ള കച്ചി മേമൻ വിഭാഗക്കാരുടെ മൈഗ്രേഷൻ. ആലപ്പുഴ, കൊച്ചി ഭാഗങ്ങളിലേക്ക് കച്ചി മേമൻ വിഭാഗത്തിൻ്റെ മൈഗ്രേഷൻ. ഇവരും ഹനഫി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. കാരണം അവരെ വരുന്നത് അധികം കച്ചി മേമൻ എന്ന് പറയുന്നത് ഗുജറാത്ത് ഭാഗത്ത് നിന്നാണ്. ഇതിലൊരു ത്വരീക്കത്തിൻ്റെ കണക്ഷനും കൂടെ ഉണ്ട്. കേരളത്തിൻ്റെ ഈ ഇസ്ലാമിക ചരിത്രത്തിൽ
മുഴുവനായും നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാന ത്വരീക്കത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഖാദിരി ത്വരീക്കത്താണ്. ഒരു പക്ഷേ കേരളത്തിൻ്റെ എല്ലാ വീടുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തനങ്ങളില്ലെങ്കിലും മൊഹീദ്ദീൻ മാല എന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ച് തെക്കൻ കേരളങ്ങളിൽ യാ മൊഹീദ്ദീൻ എന്നതും അബ്ദുൽ ഖാദർ ജീലാനി എന്നതും ഞങ്ങളുടെ തെക്കൻ കേരളത്തിൻ്റെ സത്യങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഒരു ഘട്ടങ്ങൾ വരെ. ബദരീങ്ങളാണ് സത്യം എന്നതിൻ്റെ കൂടെ തന്നെ അബ്ദുൽ ഖാദർ ജീലാനി, മൊഹീദ്ദീൻ ഷെയ്ഖാണ് സത്യം എന്നത് നമ്മുടെ ഒരു കൾച്ചറൽ ഫോമായി തന്നെ മാറിയ ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ ഒരു പക്ഷേ ചില ഭാഗങ്ങൾ ഇപ്പോഴും അത് നിലനിൽക്കുന്നത് കാണാം. ഇതിന് പ്രധാനമായ കാരണം കേരളത്തിലേക്ക് ഇസ്ലാം വരുന്നത് പ്രധാനമായും അറബികളിലൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ വരുന്ന യമനിൽ നിന്നാണ് കൂടുതൽ മൈഗ്രേഷൻ കൂടുതലുണ്ടായത്. അതുകൊണ്ട് സയ്യിദന്മാരുടെ സാന്നിധ്യം കേരളത്തിലുണ്ടായി, തെരീമിൽ നിന്നുള്ള ഒരു വഴം. ഇവർ പലരും ഖാദിരി ത്വരീക്കത്തുമായി ബന്ധമുള്ളവരായിരുന്നു. അത് കേരളത്തിലേക്ക് പടർന്നു. കേരളത്തിൽ മറ്റു പല ത്വരീക്കത്തുകൾക്കും സാന്നിധ്യമില്ലാത്തതും അബ്ദുൽ ഖാദർ ജീലാനി, ഷഹി മൊഹീദ്ദീന് സാന്നിധ്യമുള്ളതും ഈ അറബി സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അവർ ഷാഫികളും കൂടെ ആയിരുന്നു. അങ്ങനൊരു ബന്ധം നമുക്ക് കേരളത്തിൽ കാണാം. പിന്നെ എങ്ങനെയാണ് ഹനഫികൾ വരുന്നത്? ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് നമുക്ക് നോർത്തായ മൈസൂർ, കർണാടക ആ ഭാഗത്തുനിന്നും ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാരുടെ വരവാണ് ഹനഫികളുടെ സാന്നിധ്യം വരാൻ കാരണം. റാവുത്തർ ഈ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് ഹനഫി വരാൻ മെയിൻ കാരണം? കാരണം അവർക്ക് തമിഴ്നാടിന് അപ്പുറത്തുള്ള കർണാടക, ആന്ധ്ര ആ ഭാഗത്തു നിന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു വരവാണ് ഹനഫികൾ തമിഴ്നാട് ഭാഗങ്ങളിൽ ഉണ്ടാവാൻ കാരണം. ആ ഹനഫികളാണ് നമ്മുടെ ഹൈറേഞ്ച് ഏരിയയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഈ അഖീദപരമായി അല്ലെങ്കിൽ തിയോളജിക്കലായി അല്ലെങ്കിൽ നിയമപരമായ ഒരു വ്യാപനം പോലും മൈഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സംജാതമാവുന്നത്. അങ്ങനെ ഒരു നീണ്ടൊരു ചരിത്രം നമുക്ക് അവിടെയും കാണാം. അത് മാത്രം ഞാൻ പറഞ്ഞു വന്നത്, ഈ കച്ചി മേമൻ ആലപ്പുഴ, കൊച്ചി ഭാഗങ്ങളിൽ സജീവമായ സേട്ട് ഫാമിലി, കായംകുളം അടക്കമുള്ള മേഖലയിൽ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ സജീവമായ വിഭാഗമാണ് കച്ചി മേമൻ ഫാമിലി. എത്രത്തോളം എന്നാൽ കായംകുളത്തെ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായിരുന്നു ഹാജി യാക്കൂബ് ഹസൻ സേട്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് കായംകുളത്തെ പ്രധാനപ്പെട്ട തബ്ലീഗി പശ്ചാത്തലം നേതൃത്വം വഹിക്കുന്ന കുടുംബം. കായംകുളത്തെ പ്രധാനപ്പെട്ട ആദ്യത്തെ സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും ഉണ്ടാക്കിയ ബനാത്തും ഹസനിയാത്തും ഒക്കെ ഉള്ളത് കേരളത്തിൽ, അത് കായംകുളത്താണ്. തബ്ലീഗി ഓറിയൻറ്റേഷനാണ് എന്നുള്ളത്. പക്ഷെ അവർ സേട്ട് കച്ച് മേമൻ ഫാമിലിയുമായി ഗുജറാത്ത് കണക്ഷനുള്ള വിഭാഗമാണ്. ഈ മേമൻ എന്നുള്ള പദം വരാൻ പോലും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ത്വരീക്കത്തുമായി കണക്ഷനുണ്ട്. അതിന് പറയുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരക്കുട്ടികളിൽ ഒരാളായ ഷെയ്ഖ് പീർ യൂസുഫുദ്ദീൻ ജീലാനി അല്ലെങ്കിൽ ഗീലാനി, അദ്ദേഹം ഇന്ത്യൻ പ്രത്യേകിച്ച് ഗുജറാത്ത് ഭാഗത്തേക്ക് വരികയും അദ്ദേഹവും സംഘവും ഗുജറാത്ത് ഭാഗങ്ങളിൽ ഒരുപാട് പേരെ, പ്രത്യേകിച്ച് സവർണരായ ആൾക്കാരെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്, ആരോ എന്തോ ആവട്ടെ, പല ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുകയും ആ ടീമിനെ മുഅ്മിൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. മുഅ്മിൻ എന്നത് പിന്നീട് മേമനായി മാറിയതാണ് എന്ന് പറയുന്ന ഒരു ചരിത്ര വായനയും കൂടിയിട്ടുണ്ട്. മുഅ്മിൻ എന്നുള്ള പദം അത് മേമനായി രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ ഈ ആലപ്പുഴ, അതുപോലെ തന്നെ കൊച്ചി ഭാഗങ്ങളിൽ എത്തിയത്. ഇവരെ എത്തിയതിനെക്കുറിച്ചും വേറെ ചില ചരിത്ര വർത്തമാനങ്ങളുണ്ട്. ഒന്ന്, മരക്കാരനെ പോലെ തന്നെ ഇത് പിൽക്കാലത്തുള്ള യാത്രയാണ്. 18 ശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരുടെ ഒരു വരവ് നമ്മുടെ സദേൺ ഭാഗത്ത് ഉണ്ടാകുന്നത്, മധ്യ തിരുവിതാംകൂറിലും തിരുവിതാംകൂർ ഭാഗത്തും ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ പറയുന്നത്, ഒന്ന് കച്ചവടത്തിന് തന്നെയാണ്, അവരെ തന്നെയാണ്. മുസ്ലിങ്ങൾ പണ്ട് മുതലേ കച്ചവടമാണ്. ഇപ്പോൾ ഈ മേമൻ ഫാമിലി മാർവാടികളായ മറ്റുള്ള പലരിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചതായിരുന്നു. കാരണം മാർവാടികൾക്ക് പണ്ട് മുതലേ കച്ചവട ബന്ധമുണ്ട്. അപ്പോൾ അത് ഈ കച്ചവടം തന്നെ പ്രധാനമായ വിഷയം തന്നെയാണ്. നമ്മൾ മെർച്ചൻഡീസിൻ്റെ ചരിത്രം നോക്കുക, മാരിടൈം മിഷനറിയുടെ ചരിത്രം നോക്കുക, എല്ലാത്തിലും പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലെ മുസ്ലിങ്ങളുടെ നല്ല സാന്നിധ്യം കാണാം. അങ്ങനെ ഇദ്ദേഹം ഇവിടെ കൊണ്ടുവരികയും ചില ആൾക്കാരെ സൈനിക മേഖലയിലേക്കും സഹായം തേടി എന്ന് പറയുന്ന ചില വായനകളുണ്ട്. എൻ്റെ കായംകുളത്ത് എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഡിസ്റ്റൻ്റ് റിലേറ്റീവിൻ്റെ വീട്ടുപേര് പോലും പട്ടാണിപ്പറമ്പെന്നാണ്. പട്ടാണിപ്പറമ്പ്. ഇപ്പോൾ ഞാൻ കേട്ട ഒരു ഓറൽ ഹിസ്റ്ററി പ്രകാരം ആ ഭാഗത്ത് പട്ടാണികളുടെ കുതിരാലയമായിരുന്നു എന്നും പിന്നീട് അങ്ങനെയാണ് അവിടെ കുടുംബങ്ങൾ ഉണ്ടായതെന്നുമാണ് കഥ. കാരണം ഈ സർദാർ പണിക്കർ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ഭാഗത്തെ ഇസ്ലാമിൻ്റെ വ്യാപനത്തെക്കുറിച്ച് പറയുന്ന പ്രധാന 2 കാരണങ്ങളും അറബികളുടെ മൈഗ്രേഷനാണ്. അതിലൂടെ ഉണ്ടായ കൺവേർഷനാണ്. അത് മലബാറിനെ ചേർത്ത് പറയാമെങ്കിൽ അതേ സമയം തന്നെ നമുക്ക് തെക്കൻ കേരളത്തെയും ഈ തരത്തിലുള്ള കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള വരവും ആ ഒരു മൈഗ്രേഷനും അതിൻ്റെ കൂടെ അവരിലൂടെ സംഭവിച്ച ഒരു കൺവേർഷനുമാണ് തെക്കൻ കേരളത്തിൽ കൂടുതൽ കാരണം.
ഇവിടെ വേറൊരു വ്യത്യസ്തമായ ചരിത്ര വായനയും കൂടെ ഉണ്ട്. അതായത് ഹൈറേഞ്ച് ഏരിയയിൽ ഈ മൈഗ്രേഷൻ അവരിലൂടെ ഉണ്ടായ കുടുംബങ്ങളാണ് കൂടുതലുണ്ടായതെന്നും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ഡൗൺ തെക്കിൽ, അത് കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിൽ ലബ്ബമാരുടെയും മറ്റു ഭാഗങ്ങളുടെയും ഉണ്ടായ കുടുംബമാണെന്നും, എന്നാൽ ആലപ്പുഴ എറണാകുളം ഈ നടുക്ക് ഭാഗങ്ങളിൽ, സൗത്ത് കേരളയുടെ ഈ നടുക്ക് ഭാഗങ്ങളിൽ ലോക്കൽ കൺവേർഷനാണ് കൂടുതലായും ഇസ്ലാം വളരാൻ കാരണമെന്നും ഒക്കെയുള്ള ചരിത്ര വായനകളുണ്ട്. എന്നുവെച്ചാൽ വ്യത്യസ്ത ഡൈമെൻഷൻ നമുക്ക് ഒരേ സമയം തന്നെ ഇസ്ലാം വളരുന്നതിന് കാരണമായി ചരിത്രങ്ങൾ പറയുന്നത് കാണാം. ഇതിനിവിടെ പറയുന്നൊരു വിഷയമാണ്, അതായത് എങ്ങനെയാണ് ഇവിടെ മുസ്ലിം പോക്കറ്റുകൾ ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം, ലബ്ബമാരാണ് കൊല്ലം പ്രത്യേകിച്ച് തിരുവനന്തപുരങ്ങളിൽ അവർ കൂട്ടമായി വരികയും വരുമ്പോൾ ഒരു 40-50ഓളം ഫാമിലി അടക്കമാണ് യാത്ര ചെയ്യുക. അവിടെ വരുന്നു, അവിടെ ഒരു പള്ളി പണിയുന്നു, ആ പള്ളിക്ക് ചുറ്റുപാടും അവർ വീട് താമസമാക്കുന്നു. അതോടുകൂടി മഹല്ലുകൾ രൂപപ്പെടുന്നു. ഏത് മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ലോക്കൽ പവർഫുള്ളായ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണല്ലോ മഹലിനെ കുറിച്ച് നമ്മൾ വേറെ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു മഹല്ലെന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ മറ്റൊരു തരത്തിലുള്ള ഭരണീയ ഇടപെടലുകളില്ലാതെ മുസ്ലിങ്ങൾ സ്വതന്ത്രമായ സാംസ്കാരിക, രാഷ്ട്രീയ, മതകീയ അധികാരം കൊണ്ടു നടക്കുന്ന സംവിധാനമാണ്. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വ്യവസ്ഥയിൽ പോലും, സെക്കുലറായ ഇന്ത്യയിൽ പോലും ഒരു മുസ്ലിം ഡൈമെൻഷൻ നടക്കുന്ന ചെറിയ ഒരു മൈക്രോ ഗവർണൻസ് ആണ് മഹല്ലെന്ന് പറയണം. ഇവിടെ ഒരു പക്ഷേ ഒരു പോലീസിന് പോലും സാന്നിധ്യമില്ലാത്ത തരത്തിൽ ഭരിക്കുന്ന പല മഹലുകളും മലബാറിലുണ്ട്. തെക്കൻ കേരളം ചില ഭാഗങ്ങളിലുണ്ട് ഇങ്ങനെ. കാരണം അവരവരുടെ രീതികൾ കൊണ്ട് നടക്കുന്നുണ്ട്. അത് മലബാറും തെക്കും തമ്മിലുള്ള മഹലിനെ കുറിച്ചുള്ള വിശദീകരണം ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന ഈ മഹല്ലുകളുടെ രൂപീകരണം പ്രധാനമായും ഫാമിലികളോടെ ഒന്ന് താമസിക്കുകയും ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ ചുറ്റുപാടുകൾ വീടുകൾ കാശ് കൊടുത്ത് വാങ്ങി തന്നെ വീടുകൾ പണിയുകയും ചെയ്യുന്നു. അങ്ങനെ മഹല്ലുകൾ ഉണ്ടാവുന്നു. അതിന് പ്രധാന കാരണക്കാർ തന്നെ ഈ പറയുന്ന ലബ്ബമാർ അല്ലെങ്കിൽ കച്ചവട ഫാമിലികളായിരുന്നു, കുടുംബക്കാരായിരുന്നു എന്ന് നമുക്ക് തെക്കൻ കേരള ചരിത്രത്തിൽ പ്രത്യേകം നോട്ടിഫൈ ചെയ്ത് കാണാൻ കഴിയും. എലപ്പ എന്ന് പറയുന്നത് അതിന് പ്രത്യേകം അർത്ഥങ്ങൾ കാണുന്നില്ല. ഇപ്പം മേമൻ ഫാമിലി നിന്നാണ് ഉണ്ടായതുപോലെ ഈ ലബ്ബക്കാർ അവരവരെ എലബ്ബ എന്നാണ് വിളിക്കുമ്പോൾ അങ്ങനെയാണ് അത്രേ. പക്ഷെ എലബ്ബ എന്ന പേരാണ്. മരക്കാർ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നതില്ലാത്തതുപോലെ തന്നെയാണ് ലബ്ബ എന്നുള്ള പേരും. റാവുത്തർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണല്ലോ. പലപ്പോൾ ചില ആൾക്കാർ പറയുന്ന ഈ റാവുത്തർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പദപ്രയോഗം ഈ മുഗൾ മുസ്ലിം ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്ന വിവിധ തസ്തികൾ കൊടുത്ത പേരുകളായിരുന്നു എന്ന് പറയുന്ന ചില വായനകളും കൂടിയുണ്ട്. എന്നാൽ പോലും അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് വേറെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഏകദേശം കേരളത്തിലേക്ക് വന്ന ഒട്ടുമിക്ക പേരും കച്ചവടക്കാർ തന്നെയാണ്. ലബ്ബമാർ കൂടുതൽ താമസിച്ചത് തീരപ്രദേശത്താണ്. പക്ഷെ പിന്നീട് ഇവർക്കിടയിൽ ഇന്റർ മാരേജുകൾ നടക്കുന്നത് നമുക്ക് കാണാം. അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ലബ്ബൻ ഫാമിലി വിവാഹം കഴിക്കുന്നത് റാവുത്തർ മരക്കാർ ഫാമിലിയിലേക്കാണ്. അങ്ങനെ ഒരു സങ്കലന സ്വഭാവം ഈ വിവിധ പേരുകൾ തന്നെ കാണാം. ആ അതെ 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 അവിടെ ഒരു വിഷയം വരുന്നത് മുഗളന്മാരുടെ കാലഘട്ടത്തിലല്ല. സംഭവം പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ മുഗളന്മാരുടെ സുബേദാർമാരായിരുന്നു. അതായത് സുബേദാർമാരായിട്ട് ഭരിച്ചവരാണ്. നേരിട്ട് മുഗളന്മാരെന്ന് പറയുന്നത് ഇന്ത്യയിൽ വരുന്നത് 1526 ബാബറിൻ്റെ വരവോട് കൂടിയിട്ടാണ്. പക്ഷേ ഈ മുസ്ലിം സൈനിക സാന്നിധ്യം ഗസ്നവിയുടെ കാലം മുതലേ ഇന്ത്യയിലുണ്ട്.
അതിനു മുമ്പ് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ചരിത്രം 700-കളിലുണ്ട്. അത് പക്ക അറബിയാണ്, ഉമയ്യ കുടുംബത്തിൻ്റെ ചരിത്രമാണ്. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് ഈ പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യൻ, തുർക്കിക്ക്, ഇറാനി, അതുപോലെ തന്നെ അഫ്ഗാനി സാന്നിധ്യമാണ് പിന്നീടുള്ള മുസ്ലിം സാന്നിധ്യം. അത് നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലമാണ്. ഇത് അവർക്ക് സൗത്ത് ഇന്ത്യ അപ്രാപ്യമായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി മാത്രമാണ് ഒരു തരത്തിൽ ഈ ഭാഗത്തേക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ അയാൾക്കത് വിജയിക്കാൻ കഴിഞ്ഞില്ല ഒരു തരത്തിൽ. മുഹമ്മദിന് തുഗ്ലക്കും സൗത്ത് ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ചു, വല്ലാണ്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിലെ നല്ലൊരു ശതമാനം, ഹൈദരാബാദിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് ഔറംഗസേബിന് മാത്രമാണ്. അദ്ദേഹത്തിന് നേരിട്ട് അധികാരത്തിൽ, അക്ബറിന് പോലും സാധിച്ചിരുന്നില്ല. ഔറംഗസീബിൻ്റെ കാലത്താണ്. ഔറംഗസീബിൻ്റെ കാലത്താണ് നമ്മുടെ ഹൈദരാബാദ്, കർണാടക, മൈസൂർ ഭാഗങ്ങളിലുള്ള നൈസാമുമാരും അതുപോലെ തന്നെ നവാബുമാരൊക്കെയും ഇദ്ദേഹത്തിൻ്റെയൊക്കെ സുബേദാർമാർ, നമ്മൾ ഈ ഗവർണർ എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റാണ്, അതിലേക്ക് സാമന്ത ഭരണകർത്താക്കളായി മാറുന്നത്, ഒരു പൊളിറ്റിക്കൽ അലയൻസായി മാറുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഗളന്മാരുടെ സാന്നിധ്യം ഈ ഭാഗത്തുണ്ടാവുന്നത്, അല്ല നേരിട്ടല്ല. തുർക്കികളുടെ സാന്നിധ്യം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. വേറെയും ഈ നിസാമുമാരുടെ ചരിത്രം അവർ തുർക്കികളാണെന്നോ അല്ല പേർഷ്യക്കാരാണെന്നോ എന്നൊക്കെ അഭിപ്രായമുണ്ട്. പേർഷ്യ എന്ന് പറയുന്ന പഴയ ഇറാഖ്, അതാണ് നിങ്ങൾ ഇറാഖ് എന്ന് പരാമർശിച്ചത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക മുസ്ലിം വ്യാപനത്തിൻ്റെയും മെയിൻ ഫോക്കസ് പേർഷ്യയാണ്. കാരണം ഈ പേർഷ്യൻ ഭാഗത്തു നിന്നാണ് ഒട്ടുമിക്ക സൂഫി മാസ്റ്റേഴ്സും ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് എത്തുന്നത്. അന്നൊക്കെയും ഈ സെൻട്രൽ ഏഷ്യ, ഇറാൻ, ഇറാഖൊക്കെയും പേർഷ്യ എന്നാണ് കണ്ടിരുന്നത്. നമ്മൾ ഇടക്കാലത്ത് വരെയും ഇറാഖിനെ പേർഷ്യ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാരണം അന്നൊക്കെയും പേർഷ്യൻ ഭാഗങ്ങളാണ് കണ്ടിരുന്നത്. നമ്മൾ പോലും പ്രത്യേകിച്ച് ഇറാഖിൽ പോവുക എന്നതിന് പകരം പേർഷ്യ പോകൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു മുഴുവൻ പ്രദേശം നമ്മൾ വേർതിരിക്കാതെ നോക്കുകയാണെങ്കിൽ പേർഷ്യൻ സാന്നിധ്യമാണെന്ന് പറയാം. ഓക്കെ, എത്രത്തോളം വന്നാൽ ഈ പേർഷ്യയും ഉസ്മാനികളും തുർക്കികളും തമ്മിൽ പല ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാവുകയും പല ഭാഗങ്ങളിൽ അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ ഇത് പേർഷ്യനാണെന്നോ ഇത് ഉസ്മാനികളാണെന്നോ പോലും തരംതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ചരിത്രത്തിലുണ്ടായി. അപ്പോൾ ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ജിയോഗ്രഫിക്കലായി ഡിവൈഡ് ചെയ്യുക എന്നതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് വളരെ വിശദമായ ചരിത്രമാണ് മൈഗ്രേഷൻ്റെ ചരിത്രം. എന്താണെങ്കിലും ഇത്രയും വിശദമായ ഒരു ചരിത്രം നമ്മൾ നന്നായി പഠിക്കണം. എന്നാൽ എങ്ങനെയാണ് ഇന്ത്യയിലെ ഉള്ളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്കും ആ സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിലേക്കും മുസ്ലിങ്ങളുടെ വരവ് സാധ്യമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് മഹലിനെ കുറിച്ച് പറഞ്ഞു വന്നല്ലോ. ഇവിടെ മഹലിൻ്റെ രൂപീകരണം എങ്ങനെയാണ്? നമ്മുടെ ആലപ്പുഴ ഭാഗങ്ങളിലും മുസ്ലിം സംഘടനകളുടെ വരവിന് മുമ്പ് തന്നെ സോഷ്യൽ മൊബിലിറ്റിയുടെ പ്രധാന സെൻ്ററായിരുന്നു മഹൽ എന്ന് പറയുന്നത്. അതിന് ആദ്യത്തെ തെളിവ് തന്നെ ആദ്യത്തെ പള്ളി തന്നെയാണ്. അതിന് ഹബീബിന് മാലിക് കൊല്ലത്ത് ജോനപുരം പള്ളി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം അവിടെ ഹസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയെ അവിടെ കാളിയായി നിയമിച്ചു എന്നാണ് ചരിത്രത്തിലുള്ളത്. ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ റിഹിലയിൽ 13-14 നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. ഇബ്നു ബത്തൂത്ത തന്നെ പറയുന്നത് കൊല്ലത്ത് പ്രധാനമായ ഒരു മുസ്ലിം കേന്ദ്രമായി അദ്ദേഹം പരാമർശിക്കുന്നത് കാണാം. കൊല്ലം ജില്ലയിലെ മുസ്ലിം പോക്കറ്റിനെ നല്ലൊരു അധികാരമുള്ള നല്ലൊരു സ്ഥലമായി ആ 14-ാം നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹം പരാമർശിക്കുന്നത് നമുക്ക് കാണാം. കാരണം അതിനെയും വലിയൊരു മൊഹല്ല എന്ന് പറയുന്ന ഒരു സംവിധാനം. മഹല്ലി എന്നത് നോർത്ത് ഇന്ത്യയിൽ മൊഹല്ല എന്ന പദമാണ് ഉപയോഗിക്കുക. കാരണം നിങ്ങൾ നോർത്ത് ഇന്ത്യൻ സ്റ്റഡീസ് സൗത്ത് ഇന്ത്യയെ കുറിച്ച് പഠിക്കുമ്പോൾ മൊഹല്ല എന്നുള്ള പദമാണ്, തെറ്റിദ്ധരിക്കരുത്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം ഇവരുടെ ഒരു മുസ്ലിം നേതൃത്വം ഉണ്ടാവുക, മുസ്ലിം പണ്ഡിതനും ആ പണ്ഡിതന് പറ്റുന്ന ഒരു പള്ളി രൂപീകരണം ഉണ്ടാവുക, പള്ളിയുടെ ചുറ്റും മുസ്ലിങ്ങൾ വന്ന് അധിവസിക്കുക. അതോടുകൂടി മുസ്ലിങ്ങൾ അധിവാസം ഉണ്ടാകുന്നതോടുകൂടി കച്ചവടക്കാരായ മുസ്ലിങ്ങൾ ചുറ്റുപാടുകളിൽ കടകളിൽ ഉണ്ടാക്കുക. അതായത് ഒരു ഭാഗത്തിൻ്റെ അർബനൈസേഷന് പ്രധാന കാരണം അവിടുത്തെ പണ്ഡിത സാന്നിധ്യമായിരുന്നു എന്ന് പറയുന്നൊരു പഠനമുണ്ട്. അത് നിസാമുദ്ദീൻ ദർഗയുമായി കേന്ദ്രീകരിച്ചൊരു പഠനമുണ്ട്. എങ്ങനെയാണ് ഡൽഹിയെ ഇത്രയും വലിയ ചാന്ദിനി ചൗക്ക്, പുരാന ദില്ലിയെ ഭാഗത്തെ ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രദേശമാക്കി മാറ്റിയത്? ഇതിന് കാരണം ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ സാന്നിധ്യമാണ്, അദ്ദേഹത്തിൻ്റെ മക്ബറയുടെ സാന്നിധ്യമാണ്. അവിടെ വരുന്ന ആൾക്കാർ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കച്ചവടങ്ങൾ തുടങ്ങുന്നു. അതിനോടനുബന്ധിച്ച് ഹോട്ടലുകൾ രൂപപ്പെടുന്നു, ഹോട്ടലുകളോടുകൂടി വഴികൾ ശക്തമാവുന്നു. ഇത് കണ്ട് ഭരണകർത്താക്കൾ അതിനെ വിശാലമാക്കുന്നു. അങ്ങനെ ഒരു ചെറിയൊരു പ്രദേശത്തെ വലുതാക്കുന്നതിൽ മുസ്ലിം പണ്ഡിത സാന്നിധ്യത്തിന് വലിയ റോളുണ്ടെന്നാണ്. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം കാണാൻ പറ്റുന്നത് നമ്മുടെ കായംകുളത്തെ ഷഹീദാർ മസ്ജിദാണ്. ഷഹീദാർ മസ്ജിദ്, ഷഹീദാർ ഉപ്പുപ്പ എന്നാണ് ഞങ്ങൾ കായംകുളക്കാർ വിളിക്കുക. ഷഹീദാർ ഉപ്പുപ്പ അദ്ദേഹം
ഒരു ലോക്കൽ ഭരണാധികാരിയുമായി ഇടയുകയും അദ്ദേഹത്തെ വധിക്കുകയും പിന്നെ ഒരു കറാമത്തൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നൊക്കെയാണ് കഥ. അങ്ങനെ അവസാനം വധിച്ച ഭരണകർത്താവിന് ഒരു മാനസാന്തരം ഉണ്ടാവുകയും അതടക്കാൻ ഭൂമി കൊടുക്കുകയും അങ്ങനെ പള്ളി പണിയൊക്കെ ചെയ്തു എന്നാണ് കഥ. പക്ഷേ രസമെന്ന് പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് ഒരു ജിഫ്രി തങ്ങളിൻ്റെ ഖബറും കൂടെ ഉണ്ട്. 18-ാം നൂറ്റാണ്ടിൽ വന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്ന നമ്പർ പോലും. 1800-കളിലെ ഒരു പശ്ചാത്തലത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടി എടുത്ത് വന്ന് ഈ ഖബറൊക്കെ സന്ദർശിച്ച് പോയിരുന്നു. നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ സയ്യിദ് ഷഹീർ എന്ന് പറയുന്നൊരു സുഹൃത്താണ് വന്നിട്ട് ജിഫ്രി തങ്ങൾ അദ്ദേഹത്തിൻ്റെ വല്യുപ്പയാണെന്നാണ് അദ്ദേഹം പറയണം. ആ കുടുംബത്തിൽപ്പെട്ട ജിഫ്രി ഫാമിലിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ അത് നോക്കുക. രണ്ടാമത്തെ ചർച്ചയാണ് ഈ പണ്ഡിതൻ എന്നുള്ള ചർച്ചയിലാണ് സയ്യിദന്മാരുടെ വരവ് ഉണ്ടാവുന്നത്. നമ്മൾ സാധാരണ കേരളീയ മുസ്ലിം ചരിത്രത്തിൽ തങ്ങൾമാരെ കണക്ട് ചെയ്യുന്നത് മലബാറിലേക്ക് മാത്രമാണ്. പക്ഷേ നിങ്ങൾ പ്രധാനമായും സയ്യിദന്മാരുള്ളത് 3 ഭാഗങ്ങളിലാണ്. കൊല്ലം, തിരുവനന്തപുരം സയ്യിദന്മാരുടെ ലീനിയേജ് കണ്ടെത്താൻ പ്രയാസമാണ്. പക്ഷേ ആലപ്പുഴയുള്ള പല സയ്യിദന്മാർക്കും ലീനിയേജ് നമുക്ക് കിട്ടുമെന്നാണ് അവകാശപ്പെടുന്നത്. കാരണം ആലപ്പുഴയുള്ള സയ്യിദന്മാർക്ക് ഖാദിരി ത്വരീഖത്തുകളുമായി നല്ല ബന്ധമുണ്ട്. നമുക്കറിയാം ആലുവ കേന്ദ്രീകരിച്ച് നൂറുൽ ഷാ ത്വരീഖത്തിൻ്റെയും പല ത്വരീഖത്തുകളുമുണ്ട്. ഇതൊക്കെയും കണക്ട് ചെയ്യുന്നത് ഖാദിരി ത്വരീഖത്തിലേക്കാണ്. കാരണം മറ്റു പല ത്വരീഖത്തുകൾ ലോകത്തുണ്ടെങ്കിലും ഖാദിരി ത്വരീഖത്തിൻ്റെ വരവ്, അതിൻ്റെ ഒരുപാട് ബ്രാഞ്ചുകൾ രൂപപ്പെടുക, അതിലൂടെ സയ്യിദ് കണക്ഷൻ അവകാശപ്പെടുക എന്നത് പ്രധാന ചരിത്രമാണ്. അത് നമ്മുടെ ആലപ്പുഴയിലും കാണാം, കൊല്ലത്തും കാണാം. തങ്ങളുപ്പാപ്പ എന്ന് പറയുന്ന കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയുണ്ട്. കായംകുളത്ത് ഞാൻ പറഞ്ഞ പോലെ ജിഫ്രി തങ്ങളുടെ സാന്നിധ്യമുണ്ട്. എങ്ങനെയാണ് ഈ ഹളറമികളോ അല്ലെങ്കിൽ സയ്യിദ് പാരമ്പര്യ ആൾക്കാർ ഇവിടെ എത്തുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കച്ചവടങ്ങളിലൂടെയോ അല്ലെങ്കിൽ ദാവത്തിൻ്റെ ഭാഗമായിട്ടോ രൂപപ്പെടുന്ന കുടുംബങ്ങളാണിതൊക്കെ. പക്ഷേ മലബാറിൽ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല ഒരു വ്യതിരിക്തമായ ഒരു ഐഡൻറ്റിറ്റി ഇവർ കീപ്പ് ചെയ്തതായി കാണുന്നില്ല. ഒരു നമ്മൾ ഈ കാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കമ്മ്യൂണിറ്റിയിലെ വിധത്തിലുള്ള കല്യാണങ്ങൾക്ക് പോലും ഒരു സാന്നിധ്യം നമുക്ക് ഈ തെക്കൻ കാലങ്ങളിൽ കാണാം. ഒരു മലബാർ കീപ്പ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഞങ്ങളൊരു എലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അത്രത്തോളം അത് സൗത്ത് കേരളയിൽ കാണുവാൻ കഴിയുന്നില്ല. ആ ഒരു മാറ്റം നമുക്ക് വ്യക്തമാണ് ഈ ഭാഗങ്ങളിൽ. സയ്യിദന്മാരുടെ കാര്യമാണ്. ഈ സയ്യിദന്മാരുടെ വരവ് തങ്ങളെന്ന് ഉണ്ടാവുകയും തങ്ങളെന്ന് തെക്കൻ കേരളത്തിലെ ഒരു പേരായി പോലും മാറ്റപ്പെട്ടു. തങ്ങൾ കുഞ്ഞ്, തങ്ങൾ കുട്ടി, ഞങ്ങളുടെ ചുറ്റുപാടും തന്നെ ഞങ്ങൾക്ക് പരിചയമുള്ള കുടുംബ സുഹൃത്തുക്കൾ തന്നെയുണ്ട് തങ്ങൾ കുഞ്ഞ്. തങ്ങൾ എന്നത് വടക്കൻ കേരളങ്ങളിൽ സയ്യിദിനെ മാത്രം കണക്ട് ചെയ്യുമ്പോൾ ആ പദം തങ്ങൾ എന്നുള്ളത് പേരായി തെക്കൻ കേരളങ്ങളിൽ മാറ്റപ്പെട്ടു. അല്ല, തങ്ങൾ എന്നത് പേരായി മാറി. TKM കോളേജിലെ ഫൗണ്ടറായ തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ, അദ്ദേഹം മുസ്ലിയാരുമല്ല തങ്ങളുമല്ല, അത് പേര് മാത്രമാണ്. തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ, നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചതാണ് മുസ്ലിയാർ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ദീനീ സേവനം, ദീനീ സ്നേഹം, അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അതിനോടനുബന്ധിച്ച ഹാജി, ആ പട്ടങ്ങളെല്ലാം കൂടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ വിളിച്ചതാണ് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ. വേറൊരു ബന്ധം കൂടി, ഒരു കൗതുകം എന്ന നിലയിൽ ഞാൻ അന്വേഷിച്ചതാണ്. ഈ കുഞ്ഞ് എങ്ങനെ രൂപപ്പെട്ടു? സൈഫുദ്ദീൻ കുഞ്ഞിലെ കുഞ്ഞ്, അതിന് ഞാൻ വായിച്ച ഒരു രേഖ ഒന്നും കൂടെ അന്വേഷിക്കേണ്ടതുണ്ട്. യമനിൽ നിന്ന് വന്ന സൂഫികളായ പണ്ഡിതന്മാർ, അറബി പണ്ഡിതന്മാർ ഇവിടെ എത്തുകയും ഇവിടുത്തെ നാട്ടുകാരുമായി ഇടകിപ്പഴകുവാനുള്ള ഒരു സൗകര്യപ്രദം എന്ന നിലയിൽ വിനയവും ലാളിത്യവും സ്വീകരിക്കുവാൻ വേണ്ടി പേരിനോട് ചേർത്തതാണ് കുഞ്ഞ് എന്ന് ആണ് ഞാൻ ഒരിടത്ത് വായിച്ചത്. അങ്ങനെ പിന്നീട് അത്, കാരണം നമുക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ ഇസ്മായിൽ കുട്ടിയുമുണ്ട്, കുഞ്ഞുമുണ്ട്, ഉമ്മർ കുട്ടിയുമുണ്ട്, ഷറഫുദ്ദീൻ കുഞ്ഞുമുണ്ട്, സൈഫുദ്ദീൻ കുഞ്ഞുമുണ്ട്. ഈ കുട്ടിയും കുഞ്ഞും ഒരുപോലെയാണ്, മമ്മൂട്ടി ഉള്ളതുപോലെ. അപ്പോൾ അതേസമയം തന്നെ ഈ കുഞ്ഞ് തൊട്ടപ്പുറത്തുണ്ട്, ഒരുപാട് രാമൻകുഞ്ഞുണ്ട്, രാമൻകുട്ടിയുണ്ട്. എല്ലാവർക്കും ഒരുപോലുള്ളതാണ് ഈ കുഞ്ഞും കുട്ടിയും എന്നുള്ളത്. അത് നമ്മളുടെ ഒരു സിൻക്രറ്റിക് ലൈഫ് സ്റ്റൈൽ രൂപപ്പെടുത്തുവാൻ അത് കാരണമായി. അതുകൊണ്ട് തന്നെയാണ് തെക്കൻ കേരളം, മലബാറിൻ്റെ ഒരു ഇസ്ലാമികത നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഒരു മതകീയത. മലബാറിൻ്റെ ഒരു ഇസ്ലാമികത പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലബാറിലെ മുസ്ലിം സമൂഹവും ജിയോഗ്രഫിയും തമ്മിൽ വേർപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് കുറ്റത്തിന് നിങ്ങൾ മലപ്പുറം എന്ന് ചേർക്കാൻ എളുപ്പമാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നും, മുസ്ലിം എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്നും പ്രത്യേകം പറയാൻ എളുപ്പമാണ്. തെക്കൻ കേരളത്തിലെ പേര് കണ്ടിട്ട് നിങ്ങൾക്ക് മുസ്ലിമാണ് തിരിയില്ല. അവിടെ ഷാജി ഉണ്ട്, ബിജു ഉണ്ട്, ലിജു ഉണ്ട്, വിനു ഉണ്ട്, ഇങ്ങനെയുള്ള പേരുകൾ. ഇതൊക്കെ മുസ്ലിം ആവാം, ഹിന്ദു ആവാം, ക്രിസ്ത്യാനുമാവാം. അപ്പോൾ പേരുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ ആ തരത്തിൽ മിക്സഡാണ്. വേഷവും ഭാഷയും ഈ വസ്ത്രധാരണയും
ഭക്ഷണവും ഒന്നും എല്ലാം ലൈഫ് സ്റ്റൈൽ അടക്കം തന്നെ മലബാറിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായി ഇവിടെ ഒരു ഏകശിലാത്മ മോണോലിത്തിക്കായ ഒരു സ്വഭാവം നമുക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഒരു ഗുണവും മെച്ചവും ഒരു പ്രശ്നവുമുണ്ട്. അതായത് മലബാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു സാമുദായികതയെ എടുത്ത് പറയാൻ, ഒരു മുസ്ലിം നെസ്സിനെ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ അത് കഴിയില്ല. അതുകൊണ്ട് മഹല്ല് സംവിധാനം എന്ന് പറയുന്നത് ഒരു റിഫോമിന് അത്ര വഴങ്ങാത്തത് ആണ് മഹല്ല് സംവിധാനം. പിന്നീട് ഫോക്കസ് ചെയ്യപ്പെടുന്നു. കാരണം മതവിദ്യാഭ്യാസം കേന്ദ്രീകരിക്കുന്നത് പൊന്നാനിയിലാണ്. മതവിദ്യാഭ്യാസം ശക്തമാവുന്നത് മലബാറിലെ തിരൂരടക്കമുള്ള കാസർഗോഡ്, പൊന്നാനി, നമ്മുടെ മമ്പുറം ഭാഗങ്ങളെ കേന്ദ്രീകരിക്കപ്പെടുന്നു. തെക്കൻ കേരളത്തിൽ ഒരാൾക്ക് പണ്ഡിതനാവണമെങ്കിൽ മലബാറിലേക്ക് പോകണം. ഇന്നും വന്നും നിങ്ങൾ പണ്ഡിതനെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ നേതൃത്വത്തിലെത്തണം. എന്നാൽ മലബാറുകാർ ഇവൻ പണ്ഡിതനാണെന്ന് രേഖപ്പെടുത്തും. അല്ലെങ്കിൽ പണ്ഡിതനാവണമെങ്കിൽ മലബാറിലേക്ക് യാത്ര ചെയ്യണം. ഈ വിജ്ഞാനത്തിൻ്റെ സെൻറ്ററുകളായി മലബാർ മാറിയതും അവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം, മഖ്ദൂമികളൊക്കെയും ഷേഖ് ഇബ്നു ഹജറിൻ്റെയൊക്കെ ശിഷ്യന്മാരായിരുന്നു. ഒരുപാട് അറബികൾ വന്ന് പഠിപ്പിച്ചതാണ് പൊന്നാനി, വന്ന് പഠിപ്പിക്കുന്നത്. പക്ഷെ തെക്കൻ കേരളത്തിൽ ആ സാന്നിധ്യമില്ല. കാരണം മുസ്ലിങ്ങൾ ഹൈലി പോപ്പുലേറ്റഡ് ആയി മലബാർ മാറുന്നു. എന്നാൽ തെക്കൻ കേരളം അത്രത്തോളം ആവുന്നില്ല. കൺവേർഷൻ പതുക്കെയാണ് നടക്കുന്നത്. എന്നാൽ മലബാറിൽ നിരന്തരം അറബികളുടെ സാന്നിധ്യം, അഗ്രഗണ്യരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യം, അവരുടെ ഒരു പോരാട്ട മുഖം, ആ പോരാട്ട മുഖം നൽകുന്ന ഒരു ഇമേജ് നമുക്ക് 1920-കളിൽ കാണാം. നമ്മൾ 1920-കളിൽ അതുവരെ 12 വാര ദൂരം നടക്കണമെന്ന് കരുതിയിരുന്ന ചെറുമികൾ, ദലിതുകൾ തൊട്ടടുത്ത നിമിഷം പൊന്നാനിയിൽ പോയി മൊട്ടയടിച്ച് തൊപ്പിയിട്ട് വരുമ്പോൾ തൻ്റെ ജന്മിയുടെ കൂടെ നെഞ്ചി വിരിച്ച് നടക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങളുടെ ഭാഗത്തേക്ക് അത്ര സ്പീഡിലായിരുന്നില്ല. ഈ പോരാട്ട മുഖം, അതായത് ഇസ്ലാമിൻ്റെ ഒരു ലിബറേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ സജീവമായിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് ഒരുപക്ഷെ സ്ലോ ആയിട്ടുണ്ടാവണം. അതുകൊണ്ടാവാം തെക്കൻ കേരളത്തിൽ ഇസ്ലാമിൻ്റെ ഇപ്പോഴും സാന്നിധ്യം കുറവും വടക്കൻ കേരളത്തിൽ സാന്നിധ്യം കൂടുതലും. അത് ഈ വിജ്ഞാനം ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ്. കാരണം അറിവുള്ള ഭാഗത്തേക്കാണല്ലോ ആൾക്കാർ ആകർഷിക്കുക. അത് ഒരു മെയിൻ വിഷയം തന്നെയാണ്. അന്നും ഇന്നും അതങ്ങനെ തന്നെ തുടരുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ജിയോഗ്രഫി നമ്മൾ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ മുസ്ലിം സംഘടനകളുടെ സ്ഥാപനങ്ങളുള്ളത് അവിടെയാണ്, പ്രസിദ്ധീകരണങ്ങളുള്ളത് അവിടെയാണ്. മറ്റൊരു വിഷയമാണ് പ്രസിദ്ധീകരണങ്ങളുടെ പ്രിൻറ്റിൻ്റെ ഒരു ഉദയവും ആ പ്രിൻറ്റിൻ്റെ വളർച്ചയും അതിലൂടെ ഉണ്ടാവുന്ന പ്രസിദ്ധീകരണങ്ങളുടെ ആക്സസിബിലിറ്റിയും. അത് തെക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ മലബാറിലായിരുന്നു അതിൻ്റെ കൂടുതൽ ഫോക്കസ് ഉണ്ടായിരുന്നു. അറബി മലയാളം കൂടുതൽ സജീവമായത് ഇവിടെ ആയിരുന്നുവെങ്കിൽ പോലും മലബാറിൽ ശക്തമായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്കറിയാം കമ്മ്യൂണിറ്റിയുടെ പവർ എവിടെയാണോ അവിടെ ആയിരിക്കും കൂടുതൽ അതിൻ്റെ ഒരു ദൃശ്യത രൂപപ്പെടുക. അത് നമുക്ക് എല്ലായിടത്തും കാണാം. അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പറഞ്ഞ പ്രസിദ്ധീകരണത്തിൻ്റെ പവർ. നിങ്ങൾ ഈ മലബാർ സമരവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കും തെക്കൻ കേരളത്തിലും അവകാശപ്പെടാൻ ഒരുപാടുണ്ട്. പൊതുവെ ഞാൻ ഒരു വിഷയത്തിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിരുന്നു. അതായത് രക്തം കൊണ്ട്, കൈകൊണ്ടും ആയുധം കൊണ്ടും കേരളീയ മുസ്ലിങ്ങൾ പോരാടിയത് മലബാറിലാണ്. പക്ഷേ സൗത്ത് കേരളയിൽ ബുദ്ധി കൊണ്ടാണ് ഈ ഖിലാഫത്ത് സമര പശ്ചാത്തലത്തിൽ നമ്മൾ തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾ റെസ്പോണ്ട് ചെയ്തത്. അത് ഒരുപാട് ദീപിക പോലുള്ള ഖിലാഫത്ത് പത്രികകൾ പോലെ വർക്കല, ആലപ്പുഴ, തൃശ്ശൂർ, കൊച്ചി അടക്കമുള്ള ഭാഗങ്ങളിൽ ഒരുപാട് പബ്ലിക്കേഷൻസ് 1900-കളിലും 1920-കളിലും ഇറങ്ങി. അത് വളരെ വൈജ്ഞാനികമാണ്. അതിന് ഏറ്റവും നേതൃത്വമാണ് നമ്മൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പരാമർശിക്കാതെ ചർച്ച തീരൂല. അദ്ദേഹമാണ് കേരള മുസ്ലിങ്ങളുടെ സംഘാടനത്തിന് ഏറ്റവും പവർഫുള്ളായി മെസ്സേജ് നൽകിയ ആൾ. ഫറൂഖ് കോളേജിൻ്റെ രൂപീകരണം പോലും ചിന്ത പോകുന്നത് ഒരു വലിയൊരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. ആ ചിന്ത പോലും കൊടുത്തുവിടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നമ്മൾ നിൽക്കുന്ന ആലപ്പുഴയിലെ ലജ്നത്ത് പോലും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കേരള മുസ്ലിം ഐക്യ സംഘം പോലുള്ള സംഘടനകളെ എങ്ങനെ രൂപീകരിക്കണമെന്നും ഓരോ ഡിസ്ട്രിക്റ്റിലും പ്രദേശങ്ങളിലും അദ്ദേഹം ചിന്തിച്ചത് നമുക്ക് കാണാം. ഒരുപാട് സംഘടനകൾ അദ്ദേഹം ഉണ്ടാക്കി. അതിനൊക്കെ ശേഷമാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഇങ്ങനെയുള്ളൊരു സംഘടിത രൂപത്തിലേക്ക് സംഘടനകൾ മാറുകയും സംവിധാനങ്ങൾ പിന്നീടാണ് ഉണ്ടാകുന്നത്. അതിനൊക്കെയും മാതൃക കാണിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അവിടെയാണ് മറ്റൊരു ചർച്ച, അതായത് തെക്കൻ കേരളത്തിലെ ഇസ്ലാമിക മാനത്തിന് മാറ്റം വരുത്തുന്നത്. ഒന്ന് ഹനഫി ഷാഫി ഇൻഫ്ലുവൻസും
ഖാദിരി ത്വരീഖത്തിൻ്റെ ഇൻഫ്ലുവൻസും സജീവമായിരുന്ന തെക്കൻ കേരളത്തിൽ ഒരു സലഫി സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി, പിന്നീട് സനാഉല്ലാ മക്തി തങ്ങൾ, അതിൻ്റെ കൂടെ ഹമദാനി തങ്ങളുടെ ഈ 3 പേരുടെ സാന്നിധ്യമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ ഇവരുടെയൊക്കെയും അതിനെക്കുറിച്ച് ഡോക്ടർ ജമാൽ മുഹമ്മദിൻ്റെ ഒരു കിതാബുണ്ട്, മുഹമ്മദ് ജമാൽ. അതിൽ വക്കം മൗലവി തന്നെയാണ് ബുക്കിൻ്റെ പേര്. അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമായും എൻലൈറ്റൻഡ് സലഫിസം, അസലഫിയ തൻവീരിയ എന്നറിയപ്പെടുന്ന ഇത് നവോത്ഥാനത്തിൻ്റെ പ്രധാനമായും ഉദ്ദേശം കൊണ്ടുവന്ന സലഫികൾ, അത് ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദുള്ള, മുഹമ്മദ് അബ്ദു, ഇവരുടെ ചിന്തകളെ അതേപടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യം വക്കം മൗലവിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായി അൽ മനാർ എന്ന് പറയുന്ന പേരുകൾ പോലും എടുക്കുന്നത്. ഇതേ പ്രസിദ്ധീകരണങ്ങളിൽ മൗലാന മൗദൂദിയുടെ അടക്കം രചനകൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഇസ്ലാഹി പണ്ഡിതന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അതായത് മൗലാന മൗദൂദിയുടെ രചനകൾ അൽമനാറിൽ അറബിയിൽ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കേരളത്തിൽ ആദ്യകാല ചരിത്രത്തിൽ കാണാം. അതൊക്കെ മലബാറിലാണ് സംഭവിക്കുന്നതിൽ പോലും ഞാൻ പറയണത് ഒരു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചിന്തകൾ എത്രത്തോളം മലബാറിലേക്ക് വലുതാവുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയൊരു ചിന്ത, കേരള മുസ്ലിം നവോത്ഥാനം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത, സ്ത്രീകളുടെ പൊതുപ്രവേശനം, ഇതൊക്കെയും ഇവരുടെ പ്രധാന ചർച്ചകളായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സംഘടിത രൂപങ്ങളൊക്കെ ഇവരുണ്ടാക്കിയത്. അത് പിന്നീട് ഒരു വലിയ ശക്തിയായി മലബാറിലേക്ക് മാറി എന്ന് വേണേൽ നമുക്ക് പിന്നീട് പറയാം. ഈ ചിന്തകൾ കൂടുതൽ അപ്ലൈ ചെയ്യപ്പെടുന്നത് മലബാറിലാണ്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സലഫി ഇസ്ലാഹി പ്രസ്ഥാനങ്ങളുടെയൊക്കെ സജീവ സാന്നിധ്യം തെക്കൻ കേരളത്തിലുണ്ടായെങ്കിൽ പോലും തെക്കൻ കേരളത്തിലെ ഒരു മുസ്ലിംനെസ് എത്രത്തോളം ഉണ്ടെന്ന് വേറെ ആലോചിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിം സാമുദായികത, മുസ്ലിം എന്നതിന് ഒരു നമ്മുടെ മഹല്ലെടുത്ത് നോക്കുക. മഹല്ലുകളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇവിടെ മരണവും വിവാഹവും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന പരിപാടി. അല്ലെങ്കിൽ നബിദിനം പോലെ, അല്ലെങ്കിൽ ഉദുഹിയത്ത്, ഇപ്പോൾ പുതിയൊരു സംവിധാനമാണ്, ഉദുഹിയത്തിന് പൈസ കളക്ട് ചെയ്യുക, ഉദുഹിയത്ത് നടത്തുക. അതായത് അപ്പോഴും ഒരു നമ്മൾ മലബാറിൽ കാണുന്ന ഒരു സാമുദായികമായൊരു വളർച്ച, ഇസ്ലാമികമായൊരു വളർച്ച ഇപ്പോഴും തെക്കൻ കേരളത്തിൽ അത് ഒരുപാട് നമുക്ക് ദുർബലത അനുഭവപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മഹല്ലുകളുണ്ട്, മഹല്ലുകൾ ശക്തമാണ്. പക്ഷേ ആ മഹല്ലുകൾ സംഭവിക്കുന്ന ഈ തരത്തിലുള്ള ചില ആചാരങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്നു. മറ്റൊരു കാര്യം, മഹല്ലുകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. ഏതൊരു പള്ളിയെ കേന്ദ്രീകരിച്ചും ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാവും. നമ്മൾ നിൽക്കുന്ന സ്ഥാപനം പോലെ തെക്കൻ കേരളത്തിലെ ഏതൊരു മഹല്ലും നോക്കുക, അവിടെ ഇംഗ്ലീഷ് മീഡിയം ഒരു അനിവാര്യ ഘടകമായി മാറുന്നത് നമുക്ക് കാണാം. അത് ഒരുപക്ഷെ അത് അവിടെ നിൽക്കുകയും ചെയ്യുന്നു. സ്ത്രീകളുടെ ചർച്ചയിലേക്ക് കടക്കുന്നില്ല. ഇവരൊക്കെ പഠിക്കുകയും ചെയ്യും, പക്ഷെ അതേസമയം തന്നെ സ്ത്രീകളുടെ സാമൂഹിക വിഷയങ്ങളിൽ വളരെ പ്രതിലോമകരമായ സമീപനം സ്വീകരിക്കുന്നവരാണ് നല്ല ശതമാനം ആൾക്കാരും. പണ്ഡിതന്മാർ അസാന്നിധ്യമുള്ളത് കൊണ്ടല്ല, പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടുകളും അങ്ങനെയാണെന്നുള്ളതാണ്. ആയിരുന്നു, കൊളോണിയൽ വിരുദ്ധരായിരുന്നു. ഉദാഹരണം തന്നെ പറയാം, നമ്മുടെ അതിന് ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി അതിന് ഉദാഹരണമാണ്. അതെ, ഇവിടെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ മുസ്ലിംനെസ് എന്ന് പറയുന്നത് വലിയ എഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന്, അതുകൊണ്ടാവാം മലബാറിൽ ആവാത്ത വക്കം മൗലവി തിരുവനന്തപുരത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്ത, അതായത് ഈ കേരളത്തിലുണ്ടാവുന്ന ഒരു ഖിലാഫത്ത് അനുകൂല ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടിൽ ഇംഗ്ലീഷ് വിരുദ്ധ നിലപാടാണ് ആവേണ്ടിയിരുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവിടെ ഇംഗ്ലീഷ് ഇതിനോടും മലയാളത്തിനോടും. മക്തിത്തങ്ങൾ പോലും യഥാർത്ഥ സംസ്കൃത മലയാളത്തിൽ കിതാബ് എഴുതിയ ആളാണ്. എന്തുകൊണ്ടാണ്? മലയാളം നരകത്തിൻ്റെ ഭാഷയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചർച്ചയുള്ള ലോകത്ത് നിന്ന് വ്യത്യസ്തമായി ഇവിടെ നേരിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാം. അത് മാത്രമല്ല, പണ്ഡിതൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, മർക്കസുൽ ബിഷാറ മലപ്പുറത്തെ പ്രധാന കേന്ദ്രമാണ്. മർക്കസുൽ ബിഷാറ ക്രിസ്ത്യാനിറ്റിയുടെ പ്രബോധനത്തിൻ്റെ മെയിൻ കേന്ദ്രങ്ങളൊന്നാണ്. തെക്കൻ കേരളത്തിലും ഈ ക്രിസ്ത്യൻ വൽക്കരണം സജീവമായിരുന്നു. അതിൽ പ്രധാനമായി തടുത്തു നിർത്തിയ 2 പേരാണ്. ഒന്ന് സനാഉല്ലാ മക്തി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ ആദ്യം മുതൽ അവസാനം വരെയും ബൈബിൾ വിമർശന പഠനങ്ങളാണ്. രണ്ടാമതാണ് കോയാക്കുട്ടി മുട്ടാണിശ്ശേരി, അദ്ദേഹത്തിൻ്റെ സ്വന്തം കായംകുളക്കാരനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കേട്ടത്, അദ്ദേഹം കായംകുളത്തിൻ്റെ ഓരോ മൂലയിലും ഈ ബൈബിൾ വിതരണ രീതികൾ പലരും ചെയ്തിരുന്നത്രേ, മുസ്ലിം പോക്കറ്റുകളിൽ. ഇദ്ദേഹം അവിടെ ചെല്ലുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരു കഥ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കോയക്കുട്ടി മുട്ടാണിശ്ശേരി, ഈ അടുത്താണ് അദ്ദേഹം മരണമടഞ്ഞത്.
അതായത് തെക്കൻ കേരളത്തിൽ പോലും ഈ ക്രിസ്തീയവൽക്കരണത്തിനെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് നീക്കങ്ങൾ ഉണ്ടായി. അത് കാരണം അന്ന് ക്രിസ്ത്യാനിസ് ബ്രിട്ടീഷ് സഹായത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ വിരുദ്ധ മതപ്രബോധനം ഒരു തരത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ മതപ്രബോധനവും കൂടിയിട്ടായിരുന്നു എന്നും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം അത്ര മലബാറിനെ പോലെ സംഘടിതമായ രീതിയല്ല സൗത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. ചില പണക്കാരെക്കുറിച്ച്, ധനികരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് കായംകുളത്തെ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ അവരുടെ വിഭാഗം കേട്ടിട്ടുള്ളത്, ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. പകരം ബ്രിട്ടീഷുകാർ ഉപദ്രവിച്ചിരുന്ന പല ആൾക്കാരെയും തങ്ങളുടെ തൊഴിലാളികളായി മാറ്റി സംരക്ഷിക്കുന്ന നിലപാടുകളായിരുന്നു മുസ്ലിം ധനികർക്കുണ്ടായിരുന്നത്. കാരണം നല്ല പണ്ടികശാലകൾ, ഈ കശുവണ്ടി ആഫീസുകൾ ഒരുപാട് കൺട്രോൾ ചെയ്ത ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. അവരൊക്കെയും അത് എന്തെങ്കിലും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടെടുക്കുകയാണെങ്കിൽ സംഭവിക്കുക ഇവരുടെ ധനവും അധികാരവും നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഏറ്റുമുട്ടാതെ, എന്നാൽ അതേസമയം അവരാൽ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാർക്ക് ജോലി കൊടുത്ത് മുസ്ലിം ജനസാമാന്യത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വളരെ പാസീവായ എന്നാൽ ആക്റ്റീവായ ഒരു തരത്തിലുള്ള ഒരു മുസ്ലിം സാമുദായിക സംരക്ഷണം ഈ തെക്കൻ കേരളത്തിലെ പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അവരുടെ ചരിത്രം നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇങ്ങനെ വളരെ വിശാലമാണ്. അതായത് മഹല്ലുകളുടെ വലിപ്പം, വിവിധ അഖീദകൾ, അതുപോലെ തന്നെ അതിലുണ്ടായ മദ്ഹബുകൾ, 2 മദ്ഹബുകളും എന്നാൽ വലിയ സംഘർഷമില്ലാതെ തെക്കൻ കേരളത്തിൽ നിലനിൽക്കുന്നത് കാണാം. 2 മദ്ഹബുകളും. കാരണം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ച ഉമ്മർകുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ സംഘടന നേതൃത്വത്തിൽ ഹനഫി പണ്ഡിതന്മാരും ഷാഫി പണ്ഡിതന്മാരും ഒരുപോലെ ഉണ്ടായിരുന്നു. അത് മലബാറിൽ കാണാത്തതാണ്. ദക്ഷിണ കേരളയുടെ ഒരു രൂപീകരണം. കാരണം ഇവിടുത്തെ ഒരു സാഹചര്യം അതാണ്. അത് ആ ഒരു പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ടാണ് അവർ ഈ സംഘടന രൂപീകരണം പോലും നടത്തുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലബാറിൽ കാണുന്ന തരത്തിലുള്ള ഒരു സംഘടിതമായ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ അത്രത്തോളം സജീവമായിരുന്നില്ല തെക്കൻ കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ സജീവമാവുന്നു. അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം മഹല്ല് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്തെ മുസ്ലിങ്ങളുടെ അധികാര കേന്ദ്രമാണ്. ഒരു മഹല്ലിന് അവിടെയുള്ള ഒരു 500 ഫാമിലിയെ ഒന്നിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടുകൂടി സംഭവിച്ചത് കേരളത്തിലെ മലബാർ ഭാഗത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രത്യേകിച്ച് APEK വിഭാഗങ്ങൾ മഹല്ല് പിടുത്തങ്ങൾ സജീവമാക്കി. കേരളത്തിലെ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് സൗത്ത് കേരളയിലെ മഹല്ലുകൾ APEK വിഭാഗത്തോട് ചേർന്നതായിരുന്നു. എന്നാൽ പിന്നീട് AP സംഘടന തെക്കൻ കേരളങ്ങൾ സജീവമാക്കുകയും ചെറുതും വലുതുമായ പള്ളികളും, തൈക്കാവെന്നാണ് ഞങ്ങളുടെ ചെറിയ പള്ളികൾക്ക് വിളിക്കുക, സറാംബിയ എന്ന് പറയുന്നതിന് തൈക്കാവ് എന്നാണ് പറയുക. അതിനും ഒരു ചരിത്രം ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ തൈക്കാവ് എന്നത് തെക്കേ എന്ന് പറയുന്ന പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാവാം എന്നൊരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു. കാരണം തെക്കേ എന്ന് പറയുന്നത് ചെറിയ ഒരു ദീനീ സ്ഥാപനത്തിന് തുർക്കിയിൽ വിളിക്കുന്ന പേരാണ് തെക്കേ. അവിടെ ആൾക്കാർ ഇരിക്കും, നമസ്കരിക്കും, ചെറിയൊരു മദ്രസ പഠനത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സൂഫി കേന്ദ്രത്തിലാണ് തെക്കേ എന്ന് പറയുക. അതിൻ്റെ ഒരു മലയാളി രൂപമാവാം തൈക്കാവ്. എന്താണെങ്കിലും ഈ തൈക്കാവും അതുപോലെ തന്നെ വലിയ പള്ളികളെയും ഈ AP സംഘടിത വിഭാഗം ശക്തമായി പിടിമുറുക്കുന്നത് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാം. അത് ഈ തെക്കൻ കേരളത്തിൽ സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംവാദത്തിനും ഒരു മത്സരത്തിനും കാരണമായിട്ടുണ്ട്. അതിലൂടെ ചില ഉപകാരണങ്ങളും മുസ്ലിം സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം സാമുദായികത അല്ലെങ്കിൽ ഒരു മുസ്ലിംനെസ് ഇല്ലാതിരുന്ന ഒരു തെക്കൻ കേരളത്തിൽ ഈ സംഘടനകളുടെ മത്സര്യം, അവരുടെ ഈ പിടിച്ചെടുക്കലുകൾ മുസ്ലിം ചെറുപ്പക്കാരിൽ, ആണുങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക ബോധം, അത് സാമുദായികമാവാം സംഘടനാപരമാവാം, എന്താണെങ്കിലും ഒരു ഇസ്ലാമിക ബോധം സജീവമാക്കുവാൻ സംഘടനകൾ തമ്മിലുള്ള മത്സര്യം കാരണമായിട്ടുണ്ട്. അത് തെക്കൻ കേരളത്തിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും ബാഡായാലും നല്ലതാണെങ്കിലും തെക്കൻ കേരളം അനുഭവിക്കുന്നുണ്ട് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.